സഭയുടെ ദർശനം, സഭയുടെ കാഴ്ചപ്പാട് ഒക്കെ ഒത്തിരി മാറിപ്പോയ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. രണ്ട് പേരെ നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ഒന്ന്, നാം ആരാധിക്കുന്ന ദൈവം ആരാണെന്ന് നമ്മൾ അറിയണം. അറിഞ്ഞിട്ട് അങ്ങോട്ട് കൊടുക്കുന്നതാണ് ആരാധന. അല്ലാതെ ഞാൻ പ്രസംഗിക്കുമ്പോൾ കൈയടിക്കുന്നതോ മോൻ പാടുമ്പോൾ നമ്മൾ ആരാധിക്കുന്ന ഒന്നുമല്ല ആരാധന. യഥാർത്ഥ ആരാധന എന്ന് പറയുന്നത് നാം ആരാധിക്കുന്ന ദൈവം ആരാണെന്ന് ആരാധിക്കുന്നവൻ അറിഞ്ഞിട്ട് ആ ദൈവത്തിന് കൊടുക്കുന്നതാണ് ആരാധന. നമുക്ക് പലപ്പോഴും ദൈവം ആരാധന ഇപ്പോഴും അറിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. പിന്നെ നമ്മൾ ഏതൊക്കെയോ അറിഞ്ഞ ദൈവത്തെ അങ്ങ് ആരാധിക്കുകയാണ്, അറിഞ്ഞതുപോലെ ആരാധിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. യഥാർത്ഥത്തിൽ ദൈവം ആരാണെന്നറിഞ്ഞാൽ നമുക്കിങ്ങനെ മൗനമായിരിക്കാനൊന്നും കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. അത്ര വലിയ ദൈവമാണ് നമ്മുടെ ദൈവം. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? നമ്മുടെ ദൈവത്തെ പോലെ വലിയൊരു ദൈവം വേറെയില്ല. അവൻ മാത്രം ഉയർന്നവനും, പ്രൈസ് ദി ലോർഡ്, സകലത്തിനും മീതെ വസിക്കുന്നവനും, ദഹിപ്പിക്കുന്ന അഗ്നിയും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും, താൻ മാത്രം അമർത്യതയുള്ളവനും, പ്രൈസ് ദി ലോർഡ്, കോടാനുകോടി ദൂതന്മാർ ഇടതടവില്ലാതെ ആരാധിക്കുന്നവനുമായ ഒരു വലിയ ദൈവം. അപ്പൊ തന്നെ രണ്ടാമത്തെ ആളിനെ നമുക്കറിയണം. ദൈവം വാഴുകയാണ്. ഒന്ന് പറഞ്ഞെല്ലാവരും. ദൈവം വിളിച്ചവനും വാഴണം. തിരുവനന്തപുരം പട്ടണത്തിൽ നിങ്ങൾ വാഴണം. പ്രൈസ് ദി ലോർഡ്. എന്നെ പ്രതിയോഗി വീണവന, ചുമ്മാ വീണതല്ല, വെട്ടേറ്റ് വീണതാ. വീണന്ന് മുതൽ അവൻ എഴയുക. ഒന്ന് എഴയുന്നവൻ, രണ്ട് വാഴുന്നവൻ. പ്രൈസ് ദി ലോർഡ്. എഴയുന്നവൻ വീണപ്പോൾ ഈ ഭൂമി, യെശയ്യാവ് പറയാണ്, പാർപ്പിനായിട്ടല്ലോ അവൻ ഭൂമിയെ സൃഷ്ടിച്ചത്. എന്തിനായിട്ടാ? എല്ലാവരും പറഞ്ഞേ. പക്ഷെ ആ ഭൂമി ഒറ്റ നിമിഷം കൊണ്ട് പാഴായിപ്പോയി, ശൂന്യമായിപ്പോയി. ആര് വീണപ്പം? വെട്ടേറ്റ ദൂതൻ വീണപ്പോ. എൻ്റെ കൂടെ ഒന്ന് വരണേ. അപ്പൊ അവന്റെ ഒരു സ്പർശനം ഉണ്ടായാൽ കാണുന്ന പലതും പാഴായിപ്പോവും. കാരണം അവന്റെ പേര് അറക്കുന്നവനും മുടിക്കുന്നവനും മോഷ്ടിക്കുന്നവനും. പ്രൈസ് ദി ലോർഡ്. അവൻ വീണപ്പോഴേ പാഴായി, ശൂന്യമായി, താണുപോയി. പാർപ്പാൻ വേണ്ടി ദൈവം സൃഷ്ടിച്ച ഭൂമി താണുപോയി. മീതെ വെള്ളം വന്ന് മൂടി, അന്ധകാരം അതിനെ മൂടി. നമുക്ക് മനസ്സിലാവുന്നുണ്ടോ? ഒരു വീട്ടിൽ, ഒരു വ്യക്തിയിൽ അവൻ്റെ നോട്ടം പതിച്ചാൽ അത് പാഴാവും, അത് ശൂന്യമാവും. അതിനകത്തുനിന്നാണ് ജയിച്ചവൻ നിന്നെ വീണ്ടെടുത്ത്. സ്തോത്രം പറയണം. വീണ്ടെടുത്തവൻ എഴയരുത്. എഴഞ്ഞൊരല്ലേലുയ്യ അല്ലേലുയ്യ എന്ന് പറഞ്ഞ് എഴയല്ലേ. വീണ്ടെടുത്തവൻ വാഴണം. ഈ സഭയിൽ നീ വാഴണം, ഈ പട്ടണത്തിൽ വാഴണം, നീ പാർക്കുന്ന വീട്ടിൽ വാഴണം. നിന്റെ മീതെ മറ്റൊന്നും വാഴാൻ ഇടയാകരുത്. ഇന്ന് രാത്രി സന്തോഷമുണ്ടെങ്കിൽ ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കണം. ജയിച്ചവൻ എഴയുന്നവനല്ല, ജയിച്ചവൻ വാഴുന്നവനാ. സുഡരമനകൽക്കനാദര വൈഡാരിബലേ റൗഷൻ സന്ദര ഓ ദിഗര ബബബബഷ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ നമ്മുടെ ഇടയിലെ ഒരു വ്യത്യാസം ഞാൻ പറയാം. നമ്മുടെ ഇടയിൽ ദൈവം വിളിച്ചവരുമുണ്ട്, ദൈവത്തെ വിളിച്ചവരുമുണ്ട്. തെറ്റിദ്ധരിക്കപ്പെടല്ലേ. ദൈവത്തെ വിളിച്ചവൻ കുറെ അത്ഭുതം കണ്ടേച്ചു പോകും. പക്ഷെ ദൈവം വിളിച്ചവനെ അത്ഭുതമാക്കും. നീ ഇതിലേത് ഗ്രൂപ്പിലാ? ഒരത്ഭുതം കണ്ടേച്ചു പോകാൻ വന്നാണോ അതോ ഒരത്ഭുതമാകാൻ വന്നാണോ? പറഞ്ഞ നിങ്ങൾ തന്നെ പറഞ്ഞു. നാലാമത്തെ രാത്രിയിൽ എന്തെങ്കിലും ഒരു അത്ഭുതം കണ്ടു പോകരുത്. നീ ഒരു അത്ഭുതമായി മാറണം. ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന ഓരോ വ്യക്തികളെ ഒരു അത്ഭുതമാക്കി മാറ്റാൻ വിശ്വസിക്കുന്നവർ
Hallelujah. Hallelujah. ഈ ദൈവത്തെ വിളിച്ചവൻ ഇരുട്ടിയിരിക്കുമ്പം വെളിച്ചം കാണും. എന്താ കാണും? പറഞ്ഞെല്ലാരും. പക്ഷെ ദൈവം വിളിച്ചവൻ വെളിച്ചമാകും. നീ പോകുമ്പോൾ പ്രകാശം ഇങ്ങനെ പരക്കണം. നിന്നെ കണ്ട് ഇരുട്ടിങ്ങനെ മാറണം. മോശയെ കണ്ട് ചെങ്കടൽ മാറിയതുപോലെ നിന്നെ കണ്ടിട്ട് ഇരുട്ട് മാറണം. ഈ രാത്രി ഒരു സാധാരണ ആരാധനയല്ല. ഈ 4ാമത്തെ രാത്രിയിൽ ദൈവം വിളിച്ചവനെ കണ്ടിട്ട് ഇരുട്ട് ഭയപ്പെട്ട് മാറണം. ഈ പട്ടണത്തെ അടക്കി വാഴുന്ന അന്ധകാരത്തിന്റെ വ്യാപാരങ്ങൾ, ഓ ജുഡക രമന രഗത രൗഡ, നന്നായി കരമടിച്ച് ശബ്ദമുയർത്തി ഈ രാത്രി ജയിക്കുന്ന ആരാധന ഉയരട്ടെ. ഡബൽ കമനപരാധര ജാനക ധീപര മനപര ഭക്ഷക രഗതക രൗഡപ രമനെ അർത്തുൽ കമനം ദുടക കേട്ടം വേദി കടകം ദുടക ചാലം വൈടക വേദം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവം വിളിച്ചവന്റെ ആരാധന കണ്ടാൽ നമുക്കറിയാം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ വിളിക്കുന്നവൻ വിടുതൽ കിട്ടിയാലേ ആരാധിക്കും. അവന്റെ പനി മാറിയാൽ അവൻ ആരാധിക്കും. അവന്റെ ക്യാൻസർ മാറിയാൽ അവൻ ആരാധിക്കും. അവന്റെ ട്യൂമർ മാറിയാൽ അവൻ ആരാധിക്കും. പക്ഷേ ദൈവം വിളിച്ചവന് 10 പിള്ളേർ ചത്തു കിടന്നാലും ആരാധിക്കും. 3000 ആടിനെ കൊണ്ടുപോയാൽ അവൻ ആരാധിക്കും. 7000 ആട് പോയാലും അവൻ ആരാധിക്കും. കാരണം അവൻ ദൈവത്തെ വിളിച്ചതാണ്, ദൈവം അവനെ വിളിച്ചതാ. ഇന്ന് രാത്രി നീ എന്തെങ്കിലും ലഭിക്കുന്നതിന്റെ പേരിൽ കൊടുക്കുന്നൊരു താങ്ക്സ് അല്ല ആരാധന. ഒന്നും ലഭിക്കാതിരിക്കുമ്പോഴും ദൈവം ആരെന്നറിഞ്ഞിട്ട് ഈ രാത്രിയിൽ ഈ ദേശം അറിയട്ടെ. ശക്തിയോട് അല്പനിമിഷങ്ങൾ പ്രാരംഭത്തിൽ തന്നെ ദൈവജനം ദൈവത്തെ നന്ദിയോടെ ആരാധിക്കട്ടെ. ഹല്ലേലൂയ. നമ്മുടെ സഭയുടെ നിലനിൽപ്പ് പ്രാർത്ഥനയും ആരാധനയുമായിരുന്നു. നമ്മളെ അറിയുന്നത് തന്നെ ആരാധിക്കുന്നവരുന്നായിരുന്നു. കാലാകാലങ്ങളിൽ പോയത് നമ്മുടെ ആരാധനയാണ്. നമുക്ക് നല്ല സ്ഥലം കിട്ടി, നല്ല ഹോള് കിട്ടി, നല്ല അഡ്മിനിസ്ട്രേഷൻ കിട്ടി, നല്ല ശുശ്രൂഷകന്മാരെ കിട്ടി, കറണ്ടുണ്ട്, ഫാനുണ്ട്, AC ഉണ്ട്, വന്നിരുന്ന് നമുക്ക് ഉടനെ തന്നെ ഉറങ്ങാനുള്ള എല്ലാ സൗകര്യങ്ങളും നമുക്കുണ്ട്. പ്രൈസ് ദി ലോർഡ്. പോയതെന്തുവാ പറഞ്ഞേ? ആര് ദുഃഖിക്കുന്നു? അവിടെ വിഷയം. ഇവൻ ചോദിച്ചത് ഇവള് ചോദിച്ചല്ല, ഞാൻ കൊടുത്തത് കൊണ്ട് ഇപ്പം എനിക്ക് ലഭിക്കേണ്ടതൊന്നും പറഞ്ഞു തന്നെ. ദൈവത്തിൻ്റെ ഒരു സങ്കടം. ചോദിച്ചതെല്ലാം എന്ത് ചെയ്തു? തന്നു. നനച്ചതെല്ലാം എന്ത് ചെയ്തു? പക്ഷെ പകരം നിന്റെ ഒന്നും ദൈവത്തിന് വേണ്ട. നീ നന്ദി ഒന്ന് കാണിച്ചാൽ മതി. പ്രൈസ് ദി ലോർഡ്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. ഇന്ന് രാത്രി പ്രസംഗകനെയും കേൾവിക്കാരെയും എല്ലാം നന്നായിട്ട് അറിയാവുന്ന ഒരാളിവിടെ വന്നിട്ടുണ്ട്. നദനിയേൽ അങ്ങോട്ട് വന്ന് പീലിപ്പോസ് വിളിച്ചോണ്ട് വരുക. ആദ്യത്തെ മീറ്റിംഗ് നടക്കാൻ പോവാ. ആ പ്രഥമ വീക്ഷണത്തിൽ പറഞ്ഞു, ഇതാ സാക്ഷാൽ ഇസ്രായേലിയൻ, ഇവനിൽ കപടമൊന്നുമില്ല. ആണാമൻ ചോദിച്ചു, എന്നെ എവിടെ വെച്ചറിയാം? നീ അങ്ങ് അത്തിയുടെ ചോട്ടിയിരിക്കുമ്പോൾ എനിക്കറിയാം. സ്വത്രം പറഞ്ഞേ. നീ ഇങ്ങോട്ട് വന്നപ്പോഴോ പീലിപ്പോസ് പറഞ്ഞപ്പോഴോ അല്ല, അതിനൊക്കെ മുമ്പേ ഒരു സ്വത്രം പറയണം. പ്രൈസ് ദി ലോർഡ്. കടലിൻ്റെ അടിയിൽ കിടക്കുന്ന മത്സ്യത്തിൻ്റെ ചെകളക്കകത്തെ പൈസ ആര് കണ്ടായിരുന്നു? കർത്താവ് കണ്ടു, ഇല്ലേ? ആ കർത്താവിൻ്റെ അടുക്കലേക്ക് നീക്കോദീമോസ് വരിക. തിരുവനന്തപുരം പട്ടണത്തിലെ ഏറ്റവും മാന്യനായ മനുഷ്യൻ എന്ന് വിചാരിച്ചു. നമ്മുടെ പിണറായി സാറിനോ
അല്ലെങ്കിൽ മറ്റൊരാൾക്ക് സതീശൻ സാറിനോ പറഞ്ഞാൽ തീർക്കാൻ വയ്യാത്ത വിഷയം നീക്കോദീമോസ് ഇടപെട്ടാൽ തീരും. അതായിരുന്നു ആ കാലം. നിങ്ങളുടെ പുസ്തകം വായിച്ചാൽ മതി. ഉത്തരം കിട്ടാത്ത വിഷയങ്ങളുമായിട്ട് നാട്ടുകാർ വരുന്ന എവിടെയായിരുന്നു? നീക്കോദീമോസിന് എടുക്കല. അപ്പം അദ്ദേഹം പറയും അത് ഇങ്ങനെയാട്ടെ, അന്നേരം പ്രശ്നം തീരും. അത്ര വലിയ മനുഷ്യൻ, അത്ര വലിയ മനുഷ്യൻ, സമൂഹത്തിലെ അംഗീകരിക്കപ്പെട്ട മനുഷ്യൻ, ഭക്തനായ മനുഷ്യൻ, പ്രാർത്ഥനാ മനുഷ്യൻ, പ്രായം കൊണ്ടും പക്വത കൊണ്ടും ജനം അംഗീകരിച്ച മനുഷ്യൻ, ജനത്തെ പഠിപ്പിക്കുന്ന ഗുരുനാഥൻ, സന്നിധി സംഘത്തിലെ അംഗം, നല്ല വിദ്യാഭ്യാസമുള്ളവൻ. ഒരല്ലിയ പറഞ്ഞേ, ആ മനുഷ്യൻ രാത്രിയിൽ യേശുവിൻ്റെ അടുക്ക് വന്നിട്ട് യേശുവിനെ ഒരൊറ്റ പുകഴ്ത്തി. നമ്മളാരും പുകഴ്ത്തുന്നവരല്ല. നമ്മൾ പറയും കേരളത്തിലും ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തും ലോകത്തിന് പുറത്തും പ്രസംഗിക്കുന്ന ദൈവദാസൻ എന്നൊക്കെ പറഞ്ഞു കളയും. ആവേശം മൂടുമ്പോളേ. ഹലോ, അല്ലേ പറഞ്ഞ് നമ്മൾ ആവേശം വരുമ്പോൾ പുള്ളി കേരളത്തിലും ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തും ലോകത്തിന് പുറത്തും എന്ത് ചെയ്യും? അങ്ങനൊന്നും നീക്കോദീമോസ് പറഞ്ഞു. നീ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നവൻ എന്ന് ഞാൻ അറിയുന്നു. ഒരു മനുഷ്യനെ ഇതിൽ കൂടുതൽ പുകഴ്ത്തണം? അത് ഒരാശാരിയുടെ മോനെ. ഹലോ, സമൂഹത്തിൽ അംഗീകരിക്കപ്പെട്ട മനുഷ്യന് ഒരാശാരിയുടെ മോനോട് രാത്രി വന്ന് പറയുകയാണ്, നീ ദൈവത്തിൻ്റെ അടുക്കെന്ന് വന്നിരിക്കുന്നത്. ഞാൻ ദൈവത്തിൻ്റെ അടുക്കെന്നല്ലെങ്കിൽ ഈ കാണുന്ന കാര്യമൊന്നും ചെയ്യാൻ നിന്നെ കൊണ്ട് കഴിയത്തില്ലെന്ന് എനിക്ക് അറിയാം. ഞാനാണ് എന്നേരെ പറഞ്ഞതിനേയും ഇരുന്നാട്ട് അമ്മ മറിയ പെട്ടെന്നൊരു ചായ കൊണ്ട് കൊടുത്താട്ട്. ഹലോ, മറിയോട് എന്നേരെ ചായക്ക് എന്ത് ചെയ്തേനെ? പറ, ഓർഡർ ചെയ്തേനെ. സ്തോത്രം. യേശു ചായക്ക് പറഞ്ഞതിന് മുമ്പേ വെള്ളം കൊണ്ട് ആര് വന്നേനെ? പക്ഷേ യേശു ഇവനെ കണ്ടപ്പോഴേ, ഇവനാണ് ഒരു 3.5 വർഷം കഴിയുമ്പോൾ 3 ആണി ഊരി എൻ്റെ ബോഡി താഴെ വീഴാതെ, എൻ്റെ അസ്ഥി ഒടിയാതെ എന്നെ താങ്ങി ഇറക്കുന്നത് ഇവനാണ്. ഇവനാണ് സ്വന്തം പോക്കറ്റിലെ പൈസയ്ക്ക് നിർമ്മലശീലം മേടിച്ച് എൻ്റെ ബോഡി പൊതിയുന്നത്. ഇവനാണ് പോക്കറ്റിലെ കാശ് കൊണ്ട് റൂമാല് മേടിച്ച് എൻ്റെ മുഖം മറയ്ക്കുന്നത്. ഇവൻ്റെ പോക്കറ്റിലെ കാശ് കൊണ്ടാണ് 100 സുഗന്ധം മേടിച്ച് ആ ബോഡിയുടെ സൈഡിൽ വെക്കുന്നത്. ഇവൻ തലയ്ക്കലും നമ്മുടെ അരിമത്തിലെ യോസഫ് കാക്കലും പിടിച്ചുകൊണ്ടാണ് ആ ബോഡി നേരെ കൊണ്ട് അരിമത്തിലെ യോസഫിൻ്റെ പാറയെ വെട്ടിയ കല്ലറയ്ക്കകത്ത് വെക്കുന്നത്. പ്രൈസലോ. എന്നിട്ട് അതിന് കേടുവരാതെ കല്ല് ഉരുട്ടി വെക്കുന്നത് ഇവരാണ് എന്നെല്ലാം കണ്ടപ്പോഴേ ആർക്കറിയാം? പറ, യേശുവിനറിയാം. എൻ്റെ ബോഡി ചുമക്കുന്നവനാണല്ലോ. ഏതായാലും ഇപ്പം വന്ന് നേരിട്ടൊന്ന് മുഖാമുഖം കാണാൻ ഒത്തല്ലോ. ഞാൻ ഒത്തിരി നാളായിട്ട് കാത്തിരിക്കുകയായിരുന്നു എന്നൊന്നും അല്ല യേശു പറഞ്ഞേ. ആമീൻ, ആമീൻ, ഞാൻ നിന്നോട് പറയുന്നു, നീ ബോഡി പൊതിഞ്ഞാ സ്വർഗത്തിൽ പോത്തില്ല. നീ നിർമ്മലശീല കാശ് കൊടുത്ത് മേടിച്ചാൽ സ്വർഗത്തിൽ പോത്തില്ല. നീ 100 സുഗന്ധം മേടിച്ച് പൂശിയാ സ്വർഗത്തിൽ പോത്തില്ല. എൻ്റെ വീട്ടിൽ വന്ന് സോപ്പിട്ട് വർത്താനം പറഞ്ഞാൽ സ്വർഗത്തിൽ പോത്തില്ല. നീ സ്വർഗത്തിൽ പോണേ വീണ്ടും ജനിച്ചോണം. നല്ല സ്വോത്ര ഈ രാത്രി പറയണം. നീ ആരായാലും യേശുവിന് വിഷയമല്ല. നീ സ്വർഗത്തിൽ പോണമെങ്കിൽ ഈ 4ാമത്തെ രാത്രിയിൽ നീ പുതുതായി ജനിച്ചോണം. പുതുതായി ജനിച്ചവന്റെ ആരാധന വേറെ. ഓ, സന്തോഷമുള്ളവർ കരമടിച്ച് ദൈവത്തെ ആരാധിക്കട്ടെ. ഇന്ന് രാത്രി നീ പുതുതായി ജനിക്കണം. പുതുതായി ജനിച്ചവന്റെ ആരാധന വേറെ, പുതുതായി ജനിച്ചവന്റെ സ്തോത്രം വേറെ, പുതുതായി ജനിച്ചവന്റെ പാട്ട് വേറെ. ഓ, ജിമനം ജാലം രഗതം വൈഡം രഗത. ആ നാവിന്റെ കെട്ടടിച്ച് ഇന്ന് രാത്രി നന്നായിട്ടൊരു നിമിഷം ആരാധിച്ച്, ആരാധനയ്ക്ക് യോഗ്യനായവൻ ഇവിടെയുണ്ട്. ഓ, റിഗലമനപരവ ശബ്ദരാധരാധര വൈഡമനപരവ വിശ്വസിയ തന്നെക്കാട്ടി പ്രായവും പക്വതയും ഉള്ള വലിയ മനുഷ്യനാ വീട്ടിൽ വന്നത്. സാധാരണക്കാരനൊന്നുമല്ല. മീൻ കച്ചവടം ചെയ്ത് കടം വന്നിട്ട് വന്ന ആളൊന്നുമല്ല. സൂപ്പർ മാർക്കറ്റ് നടത്തി പൊട്ടിപ്പോയി ലോണുമായി ജപ്തിക്ക് പേപ്പർ വന്നതിന് വന്ന ആളല്ല. നിങ്ങൾ സ്തോത്രം പറഞ്ഞില്ല? പ്രൈസലോ. വേറെ വഴിയില്ലാഞ്ഞിട്ട് വന്നു കയറിയതല്ലെന്ന്. പക്ഷെ ആ മനുഷ്യനോട് പറഞ്ഞു, നീ ആരായാലും എനിക്ക് വിഷയമല്ല, എനിക്കൊരു സ്വർഗമുണ്ട്.
അവിടെ നീ പോകണമെങ്കിൽ നീ പുതുതായി ജനിക്കണം. ഈ 4ാമത്തെ രാത്രിയിൽ ആത്മാവ് തുടക്കത്തിൽ പറയുന്നു, ഇവിടെ എത്ര പേര് രാത്രി ഒന്ന് പുതുതായി ഏൽപ്പിച്ചു, കർത്താവേ, ഒരു പുതിയ ആരാധനയ്ക്കായി, ഒരു പുതിയ അഭിഷേകത്തിനായി, ഒരു പുതിയ ദൈവകൃപയ്ക്കായി ഏറ്റെടുക്കുന്നവർ ദൈവത്തെ ആരാധിക്കട്ടെ. ക്ഷീണിപ്പിക്കുന്ന, മടിപ്പിക്കുന്ന ചില പോരുകൾ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. രക്തം ജയം, രക്തം ജയം, രക്തം ജയം. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞേ. 1ാമത്തെ സഭയിലെ കർത്താവ് സഭയുടെ നടുക്കാരൻ. 7 പൊൻ നിലവിളക്കുകളുടെ നടുവിൽ ദൈവത്തിന്റെ ദാസന്മാരെല്ലാം കർത്താവിന്റെ കയ്യിലായിരുന്നു. 7 പൊന്നക്ഷത്രങ്ങൾ കയ്യിൽ. പ്രൈസ് ദി ലോർഡ്. സഭയ്ക്കകത്ത് നിൽക്കുന്നവന്റെ കണ്ണ് അഗ്നിജാല, മാറത്ത് പൊൻകച്ച, കാല് ഉലയിൽ ഊതിപ്പഴിപ്പിച്ച വെള്ളോണി സദൃശ്യമായ കാല്. ഏത് വ്യാപാരം വന്നാലും കരിഞ്ഞു പോകും. അതായിരുന്നു കാല്. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ഇപ്പം കർത്താവ് സഭയുടെ വാതുക്കെ നിൽക്കുക, ഡോറിന്റെ വെളിയിൽ നിൽക്കുക, നടുക്ക് നിന്നവൻ എന്ന് പറഞ്ഞ് സഭയുമായിട്ടുള്ള എൻ്റെ ബന്ധം വിട്ടു. നിങ്ങൾ AC വെക്കുവോ, ഇനി നിങ്ങൾ മൊത്തം AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ക്യാമറ വെക്കുവോ, AI ഉള്ള ഉപദേശിയെ പാസ്സായിട്ട് വെക്കുകയോ ചെയ്തോ, ഞാനകത്തില്ല. നിങ്ങൾ സ്വോത്രം പറഞ്ഞില്ല. എനിക്കിനിയും ഒന്നിച്ചുള്ള ഇടപെടലില്ല. ഇതിനകത്തുനിന്ന് ആരെങ്കിലും ഒരുത്തൻ എൻ്റെ ശബ്ദം കേട്ടിട്ട് സ്വോത്രം പറയണം. ഇതിനകത്ത് PC ചെറിയാൻ്റെ ശബ്ദം കേട്ട ഒന്നും നടക്കത്തില്ല. ഇവിടെ കേൾക്കേണ്ടത് ദൈവത്തിന്റെ ശബ്ദമാണ്. എന്റെ ശബ്ദം കേട്ട് സ്വോത്രം പറയണം. ഇന്ന് രാത്രി, ഈ 4ാമത്തെ രാത്രി ദൈവത്തിന്റെ ശബ്ദം ഇവിടെ കേട്ട് എത്ര പേർക്ക് ആഗ്രഹമുണ്ട്, എനിക്ക് മറ്റൊന്നും വേണ്ട, എന്റെ യേശുവിന്റെ ശബ്ദം ഒന്ന് കേൾക്കാൻ. ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ, അവനുള്ള സഭയും ഞാനും കൂടെ നല്ല പറഞ്ഞേ, അവനും ഞാനും ഞങ്ങൾ ഒന്നിച്ച് അത്താഴം കഴിക്കും. ഇങ്ങോട്ട് നോക്കിയ എല്ലാവരും ഒന്ന്. ഈ പഴം അങ്ങോട്ട് പറിച്ച് തിന്ന് 5 മിനിറ്റ് കഴിഞ്ഞുടനെ യഹോവയായ ദൈവം തോട്ടത്തിൽ വന്നെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നുണ്ടോ? അവ്വ തിന്നു, ആദാമിനും കൊടുത്തു, ഉടനെ ദൈവം ഇഞ്ഞു വരുവായിരുന്നു, അങ്ങനെ വല്ലതും ധരിക്കുന്നുണ്ടോ? ഇല്ല. പക്ഷെ വെയിലാറിയപ്പോൾ ആര് വന്നു? ദൈവം വരുന്നതിന് മുമ്പേ അവിടെ ആരെല്ലാം വന്ന് കാണും? എന്നേരമല്ല ആദാം ഈ പരുവത്ത് നിൽക്കുകയല്ലേ? എന്നിട്ട് നോക്കിയേ, ഈ വെയിലാറ് ദൈവം വരുന്നത് വരെ ആദാം ഈ പരുവത്ത് നിൽക്കുകയല്ലേ? ദൈവം വന്നു കഴിഞ്ഞല്ലോ നഗ്നനായേ? ആണോ? എപ്പോഴാണ് നഗ്നനായേ? പഴം കഴിച്ചപ്പോഴേ. പക്ഷേ പുള്ളിക്ക് വൈകുന്നേരം വരെ എപ്പോഴെങ്കിലും തോന്നിയോ നഗ്നനാണെന്ന്? തോന്നിയോ? പറ, എപ്പോഴാ തോന്നിയേ? ദൈവത്തിന്റെ ശബ്ദം തോട്ടത്തിൽ കേട്ടപ്പോ. ഒരു സ്വതന്ത്രം പറയണം. ജീവിതത്തിന്റെ കുറവുകൾ, ബലഹീനതകൾ, അറിവില്ലായ്മകൾ, അവിവേകങ്ങൾ, സംഭവിച്ച പാപങ്ങൾ വെളിപ്പെടണമെങ്കിൽ റാന്നിന്ന് ഉപദേശിച്ച് വന്നാൽ നടക്കത്തില്ല. നിങ്ങൾ തെറ്റിദ്ധരിക്കല്ലേ. പ്രൈസ് ദി ലോർഡ്. ദൈവം തോട്ടത്തിൽ നടക്കുന്ന ഒച്ച കേട്ടപ്പോൾ ആദാം ഭയപ്പെട്ടു പോയി. ഇന്ന് രാത്രി അകത്ത് ഭയം വരണമെങ്കിൽ, ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. നിങ്ങൾ എത്ര പേര് ഏറ്റെടുക്കുന്നുണ്ട്? നമ്മൾ ഈ ഹോളി വന്ന് പ്രസംഗം കേട്ടോണ്ടിരിക്കുമ്പോൾ ഉറങ്ങുന്നതിന് കാര്യം എന്നാ പറഞ്ഞേ? നിങ്ങൾ പറയും ഉറക്കം വന്നിട്ടാ. നല്ല ഭയമില്ലാത്തതുകൊണ്ട്. ഭയമുണ്ടെങ്കിൽ ആരും ഉറങ്ങത്തില്ല. അപ്പൊ നമുക്ക് എന്താ പോയത്? പറയെല്ലാരും കൂടെ, എന്നെ കൊണ്ടെല്ലാം കൂടെ പറയിപ്പിക്കാതെ. ക്രൂശേ കിടന്ന കള്ളന് ആദ്യം ഉണ്ടായ ദൈവഭയമാണ്, മനസാന്തരമല്ല.
അവൻ ചോദിക്കുകയാണ്, എടാ ഇത്രയൊക്കെ വന്നിട്ട് നിനക്ക് ദൈവത്തെ ഭയമില്ലേടാ? അതല്ലേ ആദ്യം ചോദിച്ചേ. അപ്പൊ അങ്ങനെയാണ് ക്രൂശേ കിടന്ന കള്ളന് ആദ്യം ഉണ്ടായത് എന്തുവാ? നമുക്ക് ഇതുവരെ ഉണ്ടാകാത്തത് എന്തുവാ? ഈ ഹോളി വന്നിട്ട് മറ്റേതിങ്ങനെ മാന്തുകയും ടെക്സ്റ്റ് മെസ്സേജ് അയക്കുകയും ചാറ്റുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതിന് കാര്യം എന്നാ അറിയാമോ? നീ ഇരിക്കുന്ന സ്ഥലം ഏതാന്ന് പോലും അറിയത്തില്ല. സഭയ്ക്ക് ദൈവഭയം നഷ്ടപ്പെട്ടു. എൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിക്കൊണ്ടിരിക്കുകയല്ലേ? ശ്രദ്ധിച്ചേ. ദേവദാസന് അവന് ആദ്യം ഉണ്ടായ ദൈവഭയം. അവന്റെ കുറ്റം ബോധ്യപ്പെട്ടു. ഇത് 4 ദിവസം 8 പാസ്റ്റർമാർ 8 സെക്ഷനിൽ പ്രസംഗിച്ചാണ് നമുക്ക് കുറ്റം ബോധ്യപ്പെടുത്തില്ലല്ലോ. അവൻ പറയാണ്, എടാ നാമോ ന്യായമായ ശിക്ഷ അനുഭവിക്കുക. എന്തോ വെളിപ്പാടാ, ശരിക്കറിയത്തില്ല. അവന്റെ വെളിപ്പാട് നോക്കി. ചാകാൻ പോവാ, ചാകുന്നതിന് 5 മിനിറ്റ് കൂടെ ഉള്ളൂ. 5 മിനിറ്റ് കൂടെ ബാക്കിയുള്ളപ്പോൾ പറയണം, നമ്മൾ ചെയ്ത കുറ്റത്തിന്റെ ശരിയായ ശിക്ഷ എന്ത് ചെയ്യുക? അനുഭവിക്കുക. നമ്മൾ 21 ദിവസം 42 പാസ്റ്റർമാർ വന്ന് പ്രസംഗിച്ചാലും നമുക്ക് മനസ്സിലാകാത്ത കാര്യം അവന് മനസ്സിലായി. നമ്മളെല്ലാം കുറിച്ചെടുക്കും. പക്ഷെ അവന് കാര്യം പെടിയിട്ട് അവൻ പറയുകയാണ്, നമ്മൾ ന്യായമായ ശിക്ഷ അനുഭവിക്കുന്നത്. ഒരു കുറ്റവാളി ഇന്ന് വരെ കിട്ടിയ ശിക്ഷ ന്യായമാണെന്ന് പറയാറില്ല. എന്നോടുണ്ടോ എല്ലാവരും? 3, ജീവിതം ഇതുകൊണ്ട് തീരുവല്ലെന്ന് മനസ്സിലായി. എൻ്റെ ഈ ബോഡിയെ തീരുന്നുള്ളൂ, എൻ്റെ ആത്മാവ് ചാകുന്നില്ലെന്നവന് മനസ്സിലായി. അതോ ക്രൂശിൽ കിടന്നുള്ള വെളിപ്പാട്. എന്തോ വെളിപ്പാടാന്ന് നോക്കിയേ. ഒരു മരണാനന്തര ജീവിതമുണ്ടെന്ന് അവന് മനസ്സിലായി. ഏത് വീട്ടിൽ മോട്ടിക്കാൻ പോയപ്പോഴാണ് പഠിച്ചത് നമുക്കറിയത്തില്ല. ഇവിടാണോ എല്ലാവരും? ഇവൻ ഏത് വീട്ടിൽ മോട്ടിക്കാൻ പോയപ്പോഴാണ് ഈ വെളിപ്പാടിട്ട് നമുക്കറിയത്തില്ല. അവൻ പറയുകയാണ്, ഈ ക്രൂശ് കൊണ്ട് എൻ്റെ ജീവിതം തീരുന്നില്ല. എന്നിട്ട് അടുത്ത് കിടന്നവനെ വിവേചിക്കുകയാണ്, അരുതാത്തൊന്നും ഇവൻ ചെയ്തിട്ടില്ല. എന്തോ വെളിപ്പാട് അവൻ്റെ. ഞാൻ ന്യായമായ കുറ്റത്തിന് ശിക്ഷ അനുഭവിക്കുന്നു, ഇവനോ എൻ്റെ കൂടെ സെയിം ശിക്ഷ അനുഭവിക്കുന്നവൻ്റെ ഭാഗത്ത് എന്തില്ല. എൻ്റെ കൂടാണോ നിങ്ങളെല്ലാവരും? ഓ, ചുമ്മാ നീ എൻ്റെ കൂടെ പരദേശിരിക്കുന്നു പറഞ്ഞൊന്നുമല്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എൻ്റെ കൂടെ സമശിക്ഷ അനുഭവിക്കുന്നവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ ക്രൂശ് ഏക്കാൻ ശിക്ഷ അനുഭവിക്കാൻ തെറ്റ് ചെയ്തവനാ. 2, ഇവൻ രാജാവാകും. സ്തോത്രം. ഇവൻ രാജാവാകുമ്പോൾ എൻ്റെ ആത്മാവിനെ രക്ഷിക്കാൻ ഇവന് കഴിയും. ഓ ഹല്ലേലൂയ. നിങ്ങൾക്ക് ഇന്ന് രാത്രി വല്ലതും മനസ്സിലാകുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഇവൻ അടുക്ക കിടക്കുന്നവനെ ബോധ്യപ്പെട്ടെന്ന് കിടന്നവനെ ബോധ്യപ്പെട്ടെന്ന് പറഞ്ഞു, നീ ഇന്ന് എൻ്റെ കൂടെ. ഒരു സ്തോത്രം പറഞ്ഞേ. ഇന്ന് രാത്രിയിൽ നീ ആരാണ് യേശു എന്നറിയണം. പ്രൈസ് ദി ലോർഡ്. ആ ദൈവത്തെ നീ ഭയപ്പെടണം. ഇവിടെ വന്ന് പട്ടിണിക്ക് ഇരുന്ന് വെച്ച് കുറച്ചു നേരം ആയിക്കോട്ടായിട്ട് ഉറങ്ങി തൂങ്ങി അനശേഷി എടുത്തവരെ പൊരുന്നിട്ട് പോകരുത്. സഭ അനശേഷി എടുത്തവർക്കെല്ലാം കൂടി ഇരിക്കാൻ തൂങ്ങാനുള്ള സ്ഥലമല്ല. സഭ സത്യദൈവത്തെ ആരാധിക്കാനുള്ള സ്ഥലമാണ്. നീ ഇന്ന് രാത്രി നിത്യദൈവത്തെ, സത്യദൈവത്തെ ഒന്ന് യഥാർത്ഥമായി ആരാധിക്കാൻ ആ കരമൊന്ന് ചേർത്തടിച്ച് ഹല്ലേലൂയ. ഓ ധികരമനകൾ കനാദരാജ വൈഡാരബലബസ്. യേശുവിന്റെ നാമത്തിൽ ജയം. സ്തോത്രം. യെരൂശലേം ദേവാലയം അന്ന് ലോകത്തിലുള്ളതിലെ ഏറ്റവും വലിയ അത്ഭുതങ്ങളിൽ ഒന്നാണ് പറയാം. അത്ര വലിയ സംഭവമാണ്. അവരുടെ പെരുന്നാളുകൾ എന്ന് പറഞ്ഞാൽ അത് വലിയ സംഭവമാണ്. ഇവിടെ പാലക്കാട്ടൊരു പെരുന്നാളിന് വേണ്ടിയിട്ട് ഇലക്ഷൻ മാറ്റിവെച്ചു. ആ ഉത്സവം നടക്കോളം ഇലക്ഷൻ എന്ത് ചെയ്തു? നമ്മൾ വായിച്ചില്ലേ? അതുപോലുള്ള ഉത്സവമാണ് യഹൂദൻ്റെ ഓരോ പെരുന്നാളും. അതിലെ ഏറ്റവും വലിയ പെരുന്നാളാണ് പെന്തക്കോസ്ത് പെരുന്നാൾ. ആ പെരുന്നാളിന് 12 ഗോത്രത്തിലെ മുഴുവൻ പേരും അവിടെ വരും.
വരുന്നവരാരും നിരാശപ്പെട്ട് പോകാതിരിക്കാൻ എന്തെല്ലാം കലാപരിപാടി വെക്കാം, അതെല്ലാം ആ മുറ്റത്തുണ്ട്. സ്തോത്രം. നമുക്ക് തിരുവനന്തപുരത്തുകാർക്ക് മനസ്സിലാകാൻ വേണ്ടി ബാലയും നാടകവും ഗാനമേളയും അൽക്കെട്ടക്കോടയും വെടിക്കെട്ടും, സ്തോത്രം, എല്ലാം എന്തിനറിയും, വരുന്ന ജനം നിരാശപ്പെട്ട് പോകരുത്. അവരെല്ലാം എൻജോയ് ചെയ്യണം. പെന്തക്കോസ്ത് പെരുന്നാൾ വന്ന് എല്ലാവരും സന്തോഷിക്കണം. പക്ഷെ ഇവരെല്ലാം ഇങ്ങനെ വന്നിരിക്കുമ്പോൾ കുറച്ച് ദൂരെ ഒരു 120 പേര് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം. ഇവിടെ പെരുന്നാൾ, അവിടെ പ്രാർത്ഥന. അവിടെ വെടിക്കെട്ടില്ല, ആനയില്ല, അമ്പാരിയില്ല, ഒന്നും ഒരു പരിപാടിയില്ല. പ്രാർത്ഥന. മുഴങ്കാലിരിക്കുക. ഈ ദേവദാസം ഇരിക്കുന്ന പോലെ മുട്ടയിരിക്കുക. 240 മണിക്കൂറായിട്ട് മുട്ടയിരിക്കുക. സ്തോത്രം. ഇൻട്രവലില്ലാത്ത പ്രാർത്ഥന. സ്തോത്രം. പ്രാപിച്ച് എഴുന്നേക്കുവെന്ന് പ്രാർത്ഥന കേൾക്കുന്നവന് മനസ്സിലായി. നിങ്ങൾ സ്തോത്രം പറഞ്ഞില്ല. ഇരിക്കുന്നവൻ വെറുതെ എഴുന്നേക്കത്തില്ല, ഇവൻ പ്രാപിച്ചോണ്ടേ എഴുന്നേക്കത്തുള്ളെന്ന് പ്രാർത്ഥന കേൾക്കുന്നവന് മനസ്സിലായി. ഇന്ന് 4ാമത്തെ രാത്രി എത്ര പേർക്ക് ബോധ്യമുണ്ട് നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരാതെ സ്വർഗം മാറത്തില്ലെന്ന്? ഉറപ്പുള്ളവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. നിങ്ങൾ ശ്രദ്ധിച്ചേ പ്രിയമുള്ളവരെ, കൊടുക്കാതിരിക്കാനൊക്കത്തില്ലെന്ന് മനസ്സിലായപ്പോൾ പിതാവ് വാഗ്ദത്തത്തിന്റെ പരിശുദ്ധാത്മാവിനെ, തൃത്വത്തിൽ മൂന്നാമനെ, അതിന്റെ മുഴു ശക്തിയോട്, ഒരല്ലേലൂയ പറയണം, കുപ്പിക്കകത്തുകൊണ്ട് തൊട്ട് പുരട്ടി വിടുവല്ലായിരുന്നു, മുഴു ശക്തിയോട് ഇരുന്ന വീട് നിറച്ചു, ഇരുന്നവരുടെ മേൽ പതിഞ്ഞു. ഓരോരുത്തർക്ക് ഉച്ചരിച്ചു കൂടാൻ കൊടുത്ത ഭാഷയിലൂടെ സംസാരിച്ചു. ഓർഗൻ ഇല്ല, റിതം പാടില്ല, ഗിത്താറില്ല, ഡ്രം സെറ്റ് ഇല്ല, 5000 വാട്സിന്റെ സിസ്റ്റം ഇല്ല. നിങ്ങൾ ഹല്ലേലൂയ പറഞ്ഞുമില്ല. 5000 വാട്സിന്റെ സിസ്റ്റം ഇല്ല. ആരാധനയാണ്. 10 ദിവസം വെള്ളം കുടിച്ചോ നമുക്കറിയത്തില്ല. ഈ വെടിക്കെട്ട് കണ്ടുകൊണ്ട് നിന്നവനെല്ലാം കൂടെ ഒറ്റ ഓട്ടം. 3000 പേരാ വന്ന്, നിങ്ങൾ തെറ്റിദ്ധരിക്കല്ലേ, സ്നാനപ്പെട്ടത് 3000. 7000 പേര് വന്ന് കാണുമെന്നേ. സ്വതന്ത്രം പറഞ്ഞില്ല. ഈ യോഗ സ്ഥലത്ത് കൂടിയ 10000 പേര് ഇവിടെ വന്ന് കാണും. അതിന് 3000 സ്നാനപ്പെട്ടുള്ളൂ. നമ്മൾ 3000 പേരെ വന്നോളം തെറ്റിദ്ധരിക്കല്ലേ. എൻ്റെ കൂടെ ആണോ എല്ലാവരും? അവിടെ ഇല്ലാത്ത എന്തോ, എവിടെ ഉത്സവപ്പറമ്പിലില്ലാത്ത, പെരുന്നാൾ സ്ഥലത്തില്ലാത്ത എന്തോ ഇവിടെ കേട്ടു. അവരെല്ലാം കൂടെ ഓടി വന്നിട്ട് ചോദിച്ചു, നിങ്ങൾ ഈ നട്ടുച്ച നേരത്ത് അനുഭവിക്കുന്ന ഈ സന്തോഷം ഞങ്ങൾക്കൂടെ കിട്ടാൻ എന്തോ ചെയ്യണം? നോക്കി, അവർക്ക് സന്തോഷം കൊടുക്കാനാണ് നാടകം നടത്തിയേ, ബാല നടത്തിയേ, ഗാനമേള ട്രൂപ്പിനെ വരുത്തിയേ. എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടോ? പക്ഷെ ഇതൊന്നും കണ്ടിട്ട് അവർക്ക് എന്തില്ല പറഞ്ഞേ. പക്ഷെ ഇവർക്കിതൊന്നുമില്ല. പക്ഷെ ഭയങ്കര ആത്മാവ് വന്ന സന്തോഷമുണ്ട്. ഇത് പെറ്റ പിള്ളേർ 7 പെണ്ണാന്നുള്ളതല്ല ഇരിപ്പെല്ലാവരുടെ. ഞായറാഴ്ച ഡിസംബർ 1 ആകാൻ പോവാ. 11 മാസമായിട്ട് എല്ലാം കടമായിരുന്നു, ഒരു ഗുണവും വന്നില്ലെന്ന് പറഞ്ഞാൽ ഇരിപ്പ് മുഖം കണ്ട നമുക്കറിയത്തില്ലേ. ചിരിച്ചോണ്ടല്ലേ ഹല്ലേലൂയ പറഞ്ഞ്? കർത്താവ് ദോഷം ചെയ്തെന്ന് ആർക്കൊരു ഉറപ്പുണ്ടോ? നന്മ പ്രാപിച്ചവരുടെ മുഖത്ത് ആ സന്തോഷം വരണം. വന്നവർ ചോദിച്ചത് ഈ ഹോൾ AC ആയതുകൊണ്ട് ഞങ്ങളെ കൂടെ സ്ഥാനപ്പെടുത്താവോ എന്നല്ല, നിങ്ങൾ അനുഭവിക്കുന്ന ഈ സന്തോഷം. സ്വതന്ത്രം പറയണം. നിങ്ങൾ ഈ നട്ടുച്ച നേരത്ത് അനുഭവിക്കുന്ന ഈ സന്തോഷം ഞങ്ങൾക്കൂടെ കിട്ടാൻ ഞങ്ങൾ എന്തോ ചെയ്യണം? അവർ പറഞ്ഞു മാനസാന്തരപ്പെടണം. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതലെ സഭയ്ക്കകത്ത് സന്തോഷമുണ്ടാകണം, സന്തോഷമുണ്ടാകണം. സന്തോഷത്തോടെ ആരാധിക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുകയാ. എത്ര പേരുടെ മുഖത്ത് ആത്മാവിന്റെ സന്തോഷമുണ്ട്? ഓ ജയം 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 ജയം. ഹല്ലേലൂയ. ഇവിടെ സന്തോഷത്തിന്റെ ആരാധന വെളിപ്പെട്ടാൽ പല വണ്ടികൾ ഇവിടെ സഡൻ ബ്രേക്ക് ചെയ്യും. പോകുന്നവൻ വണ്ടി നിർത്തി ഇറങ്ങി ഇവിടെ കയറി വരും.
നിങ്ങൾ കുറിച്ചിട്ടോ? ലൈവാണോ മോനെ? കേട്ടോ? റാന്നി ചെല്ലക്കാട് ചർച്ചില് ഞങ്ങളുടെ ആരാധന നടക്കുക. ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ ആരാധനയ്ക്കകത്ത് വന്ന് കയറി. അവൻ പുറകിൽ ശാന്തമായിട്ടിരുന്നു. നല്ല ആത്മാവിൽ നിറഞ്ഞുള്ള ഭയങ്കര ആരാധനയാണ്. അവൻ ആരാധന കേട്ട് വണ്ടി നിർത്തി കയറി വന്ന യോഗം കഴിഞ്ഞ് അവൻ അവിടെ നിൽക്കുന്ന ഒരാളിനോട് പറഞ്ഞു, എനിക്ക് ആ പാസ്വേഡ് ഒരു വാക്കൊന്ന് സംസാരിക്കാൻ അവസരം ഉണ്ടാക്കി തരണം. അവർ പറഞ്ഞു, ഒരു കുഴപ്പമില്ല, പാസ്വേഡ് എപ്പം വേണം കിട്ടും. അപ്പോൾ ആൾ ഓടി വന്ന് പറഞ്ഞ് പാസ്വേഡ് ഒന്ന് സംസാരിക്കണം. ഞാൻ പറഞ്ഞു, ഓക്കെ സംസാരിക്കാം. ഇപ്പം ഞാൻ പറഞ്ഞു, അത് പേഴ്സണലായിട്ട് സംസാരിക്കണം. ഞാൻ പറഞ്ഞു, ഓക്കെ. ഞാനൊരു 10-15 പേര് പ്രാർത്ഥിക്കാറുണ്ട്. അവരെ പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ താഴെ ഇതിനുണ്ടാകുന്നതിൻ്റെ മണ്ടയ്ക്ക് താഴെ ഓഫീസ് മുറി ഇറങ്ങി വരാമെന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞു. അവൻ വെയിറ്റ് ചെയ്തു. ഞാൻ ഓഫീസ് മുറി ചെന്നു. അവിടെ ചെന്നപ്പോൾ എൻ്റെ ഭാര്യയുണ്ട്, 3 പെൺമക്കളുണ്ട്. അപ്പോൾ അവൻ പറഞ്ഞു, ഭാര്യയും പെൺമക്കളും എല്ലാം മാറി നിൽക്കാൻ പറയാം. അപ്പം ഞാൻ നിങ്ങളങ്ങ് മുറി പൊക്കൊള്ളാൻ പറഞ്ഞു. അദ്ദേഹം കഥ അടയ്ക്കാൻ പറഞ്ഞു. ഞാൻ കഥ അടച്ചു കഴിയുമ്പോൾ പുള്ളി പുറകിൽ നിന്ന് ഈ വടിവാള് ഊരി മേശപ്പുറത്ത് വെച്ചു. എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ അല്ലേ? സ്തോത്രം. ഒരു കുപ്പിക്കകത്ത് എന്തോ ഒരു സാധനം എടുത്ത് മേശപ്പുറത്ത് വെച്ചു. എലിക്കുന്നൊരു കടാരി ഊരി മേശപ്പുറത്ത് വെച്ചു. നമ്മുടെ നല്ല ജീവൻ പോയി നിൽക്കുക. സ്തോത്രം. ഭാര്യയും പിള്ളേരെ അപ്പുറത്തെ മുറി കയറ്റി, സഭക്കാരും അവിടെ ഇല്ല, കഥ അടച്ചേക്കും. എന്നിട്ട് പറഞ്ഞു, പാസ്റ്റർ പേടിക്കണ്ട, ഞാൻ പരോളിലിറങ്ങിയേക്കാം 7 ദിവസത്തേക്ക്. പരോളിറങ്ങി ഞാൻ റാന്നി പാലത്തിനക്കരെയുള്ള ഒരു വീട്ടിൽ ചെന്ന ഒരാളെ കൊന്നിട്ട് പോകാൻ വന്നേക്കുക. അവനെ കൊല്ലാൻ ചെല്ലുമ്പോൾ പിടിക്കപ്പെട്ട കുടിക്കാനുള്ള സൈനൈഡ് ഐക്കുപ്പിലിരിക്കുന്നത്. അവനെ വെട്ടാനുള്ള വടിവാളായത്. പക്ഷെ ഇവിടെ വണ്ടി നിർത്തിയപ്പോൾ ഇതിനകത്തൊരു ആരാധന കേട്ടപ്പോൾ എന്നോട് ആരോ പറഞ്ഞു ഇവിടെ ഇറങ്ങാൻ. ഞാൻ അങ്ങനെ ഇറങ്ങി. അപ്പം എനിക്ക് ഒരു പകുതി ജീവൻ തിരിച്ചു കിട്ടി. എന്നെ വെട്ടാനല്ലെന്നുള്ളത് മനസ്സിലായല്ലോ. പ്രൈസ് ദി ലോർഡ്. ആ ഒറ്റ ആരാധനയുടെ ശബ്ദം ഒരു കൊലപാതകം ചെയ്യാൻ പോയ ഒരു കൊലപാതകയെ, നിങ്ങൾ ആ വാക്ക് ശ്രദ്ധിക്കണം, അടുത്തൊരു കൊലപാതകം ചെയ്യാൻ പോയൊരു കൊലപാതകയെ സുവിശേഷം പറഞ്ഞില്ല. യേശു തന്നെ കർത്താവെന്ന് ഞാൻ പ്രസംഗിച്ചത് കേട്ടല്ല. ജനത്തിന്റെ ഒരാരാധനയിൽ വെളിപ്പെട്ട ദൈവകൃപ ഈ സഭയെ അതിനെ വഴി വെച്ചേക്കുന്നേ. ഇന്ന് രാത്രി എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഈ സഭയുടെ ദൗത്യം ഇന്ന് രാത്രി നീ ഏറ്റെടുക്കണം. തകർന്നു പോകുന്ന ചിലരെ കൃപയിലേക്ക് നടത്താൻ ശക്തമായ ആരാധന ഉയരട്ടെ. ഓ ധീപര മാനക നന്ദര ജാലക റിബബല വൈശ സൈഡേ റിബദ. ഹല്ലേലൂയ. ജയം ജയം ജയം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പത്രോസിന്റെ പ്രസംഗം കേട്ടല്ല 3000 പേര് സ്നാനപ്പെട്ട് ആരാധന കേട്ട് വന്നവരാ. അവരെ അവിടേക്ക് കൊണ്ടുവന്നത് എന്താണ്? പറഞ്ഞേ, അവരെ ആ സ്ഥലത്തേക്ക് കൊണ്ടുവന്ന എന്താണ്? വന്നവരോട് പത്രോസ് എന്ത് ചെയ്തു? പ്രസംഗിച്ചു. അങ്ങനെയാണെങ്കിൽ ഇത് ഫില്ലാകണം. ഇത് പല സെക്ഷൻ ആരാധനയാകണം. ഏഴ് തൊട്ട് 9 വരെ ഒരു ആരാധന, 9:30 മുതൽ 11 വരെ ഒരു ആരാധന, 12 മുതൽ 2 മണി വരെ ഒരു ആരാധന. അങ്ങനെ ആകണം. കാരണം ഇരിക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട്. നമുക്കിപ്പോൾ സ്ഥലം മേടിക്കാൻ കോടികളുടെ വിലയല്ലേ, മേടിക്കാനൊക്കത്തില്ലല്ലോ. ഇതിനകത്ത് തന്നെ അഡ്ജസ്റ്റ് ചെയ്യണം. നമ്മൾ വേറെ ആരും വരല്ലേ എന്ന് പറഞ്ഞല്ലേ ഇരിക്കുന്നത്. വന്നാൽ നിന്റെ സീറ്റ് പോകുമെന്നുള്ള നില ഇരിപ്പ് കണ്ട അറിയത്തില്ലേ? ഇതൊക്കെ ആരാ പാസ്വേഡ് പറഞ്ഞതെന്ന്? ആ ഒരല്ലേ പറഞ്ഞേ. ഇന്നലെ വലിയ കുഴപ്പമില്ലായിരുന്നു, ഇന്നിപ്പോൾ മൊത്തം കുളമാക്കിയെന്നായിരിക്കും നിങ്ങളുടെ മനസ്സ്. എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? പ്രൈസ് ദി ലോർഡ്. നമ്മുടെ മനോഭാവങ്ങളൊന്ന് മാറ്റിക്കേ. നിന്റെ ഇടത്തും വലത്തും ഇരുന്ന് ആരാകുന്ന പുതിയ ആത്മാക്കളെ നീ ആത്മാവി കണ്ടേ. ആത്മാവി കണ്ടേ. ഇന്ന് രാത്രി
നമ്മൾ ചുമ്മാ കുറെ മറ്റുള്ള കാര്യങ്ങളൊക്കെ കേട്ടിട്ട് പോയിട്ട് കാര്യമൊന്നുമില്ല. ഇന്ന് രാത്രി നമ്മുടെ കരവും ശബ്ദം ഉയർന്ന് ദൈവത്തെ സ്തുതിച്ച് ഒരു വാക്യം നമുക്ക് വായിക്കാം. ഇയ്യോബിന്റെ പുസ്തകം 31 അധ്യായം 14 വാക്യം. യോബിന്റെ പുസ്തകം 31 അധ്യായം അതിന്റെ 14 വാക്യം. ഒന്നുകൂടെ വായിച്ചാട്ടെ. ദൈവം എഴുന്നേൽക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? അവൻ സന്ദർശിക്കുമ്പോൾ ഞാൻ എന്ത് ഉത്തരം പറയും? ഇങ്ങോട്ട് നോക്കിക്കേ, പുസ്തകത്തിൽ നിന്ന് എന്നെ നോക്കി എല്ലാവരും. ഞാൻ പറയുമ്പോൾ എൻ്റെ കൂടെ പറയണം, ദൈവം എഴുന്നേൽക്കുമ്പോൾ. എല്ലാവരും പറയണം, ദൈവം എഴുന്നേൽക്കുമ്പോൾ ഞാൻ എന്തോ ചെയ്യും? എന്തോ ചെയ്യും? എന്തോ ചെയ്യും? അവൻ സന്ദർശിക്കുമ്പോൾ ഞാൻ അവനോട് എന്ത് ഉത്തരം പറയും? പ്രൈസ് ദി ലോർഡ്. ഇടയ്ക്ക് സ്വോത്രകാഴ്ചയില്ല, പക്ഷേ യോഗം കഴിയുമ്പോൾ സ്വോത്രകാഴ്ച ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ബ്രേക്ക് ഇടയ്ക്ക് വരാതിരിക്കാനാണ് ഇടയ്ക്കില്ലാത്ത. അതുകൊണ്ട് ലാക്കായി പോയെന്നും പറഞ്ഞിടാതെ പോകല്ല. പ്രൈസ് ദി ലോർഡ്. ഇതിനെല്ലാം ഒരുപാട് ഭാരിച്ച ചെലവുകളുണ്ട്. ഓരോ കോടികൾ എണ്ണി തീർക്കാനും വയ്യാതെ അവരിങ്ങനെ മിഷ്യൻ വെച്ച് എണ്ണിക്കൊണ്ടിരിക്കുക പല മലകളിലും. എടുത്തില്ല. അതുകൊണ്ട് എല്ലാവരും യോഗം കഴിയുമ്പോൾ ഉപദേശം എന്നുകൊണ്ട് 58,000 രൂപ ചിലവായി, 32,000 കിട്ടിയുള്ളൂ, ആകെ 18,000 കടമാണെന്ന് പറഞ്ഞ് കരയാനിടയാകല്ല. ഒരലിയ പറഞ്ഞേ, ആ വിഷയം വിട്ടേക്ക്. ഭക്തന്റെ ചോദ്യം, ദൈവം എഴുന്നേൽക്കും, എന്നാലും ഞാൻ അവനോട് എന്ത് ഉത്തരമാണ് പറയേണ്ടത്? അവൻ്റെ മുമ്പിൽ ഞാൻ എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞത് നമ്മളെല്ലാം ആർക്കറിയാം? ദൈവത്തിനറിയാം. ഇയ്യോബിൻ്റെ അടുക്കൽ ഈ പിശാച് വന്നിട്ട് തിരിച്ച് ദൈവത്തിൻ്റെ അടുക്കൽ ചെന്ന് ഈ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ ഇയ്യോബിനോട് ദൈവം പറഞ്ഞു, എടാ മോനെ, ഇവൻ അങ്ങ് നിരന്തരമായിട്ട് ശല്യ, അതുകൊണ്ട് ഞാൻ നിൻ്റെ വേലി പൊളിക്കാനൊന്ന് അനുവദിക്കുക, നീ വിഷമിക്കൊന്നും ചെയ്യല്ലേ എന്ന് വല്ലതും ദൈവം പറഞ്ഞോ? ഇല്ല. പ്രാർത്ഥനാ സമയത്തെങ്കിലും ഇതൊരു ദൈവിക ഇടപെടലാണെന്ന് ദൈവം ഇയ്യോബിന് വെളിപ്പെടുത്തിയോ? ഇല്ല. പിശാച് ഓരോ ഡിമാൻഡ് കൊണ്ട് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുമല്ലായിരുന്നു. വേലി പൊളിക്കണം, പൊളിച്ചു. പിള്ളേരെ വേണം, തട്ടിക്കോ. ആടും ഒട്ടകവും കരുതിയും എടുത്തു. ശരീരം വേണം, എടുത്തു. പ്രാണനെ മാത്രം അതൊഴിച്ച് ബാക്കിയെല്ലാം കൊടുത്തു. ഇതെല്ലാം കൊടുത്തപ്പോൾ ഇയ്യോബേ, ഞാൻ ഇവനുമായിട്ടൊരു ബെറ്റ് വെച്ചേക്കുക, ഒരു ചലഞ്ചാണ് എന്ന് ദൈവം പറഞ്ഞോ? ഇല്ല. പക്ഷെ പത്രോസിൻ്റെ കാര്യം ഇതേ പിശാച് വന്നു. ഇയ്യോബിൻ്റെ കാര്യം പറഞ്ഞ സെയിം പിശാച് പത്രോസിൻ്റെ കാര്യം പറയാൻ വന്നപ്പോൾ കർത്താവ് പറഞ്ഞു, ഏൽപ്പിച്ചേരത്തില്ല, അവൻ ഇയ്യോബല്ല, അവൻ തിരുവനന്തപുരംകാരനാ. അങ്ങനെ മിണ്ടുന്നില്ല. ക്ഷമിക്കണം ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത്.
നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാത്തത് നമ്മളെ അറിയാമെന്ന്. എന്നിട്ട് അവനോട് പറഞ്ഞടാ കുഞ്ഞെ, നിന്നെ ഗോതമ്പ് പോലെ പാറ്റാൻ എൻ്റെ അടുക്കൽ പല പ്രാവശ്യം ഇവൻ അനുവാദം കൊണ്ടുവന്ന. ഞാൻ ആ ആപ്ലിക്കേഷനിൽ ഒപ്പിടാഞ്ഞുകൊണ്ടാണ് നീ ഇങ്ങനെ നിൽക്കുന്നത്. സ്തോത്രം പറയണം. അയ്യോ, നിന്റെ വിശ്വാസം പൊയ്പോകുമെന്ന് എനിക്കറിയാം. പക്ഷെ ഇയ്യോബിന്റെ വിശ്വാസം പോകത്തില്ലെന്ന് ആർക്കറിയാം? എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടോ? ഗോതമ്പ് പോലെ പാറ്റാൻ ഇയ്യോബിനെ ഏൽപ്പിച്ചാലും ഇയ്യോബിന്റെ വിശ്വാസം പോകത്തില്ലെന്ന് ആർക്കറിയാം? ഇന്ന് രാത്രി നമ്മളെ ദൈവത്തിന് അറിയാമോ? ഈ ശോധനയുടെ നടുവിൽ, ഈ പ്രതികൂലത്തിന് നടുവിൽ എൻ്റെ പൈതൽ തകരത്തില്ലെന്ന് നിന്നെക്കുറിച്ച് ദൈവത്തിനൊരു വെളിപ്പാടുണ്ടോ? നിങ്ങൾ കേട്ടിട്ടുള്ള സാധനമല്ലേ വരുന്നത്? ഇന്ന് രാത്രി നമ്മുടെ മൈൻഡ് മൊത്തം മാറണം. നിന്റെ പെർമിഷൻ മേടിച്ചല്ല നിന്നെ ഒരു പക്ഷെ അമ്മാനമാണ് ഇട്ടുകൊടുക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ഇവൻ പറയുകയാണ്, നീ എന്നെ ഇങ്ങനെ ഇവന്റെ കയ്യിൽ അങ്ങോട്ട് പാറ്റാൻ ഇട്ടുകൊടുത്താൽ ഞാൻ പൊന്നുപോലെ വെളി വരും. സ്തോത്രം പറയണം. ഇന്ന് രാത്രി എത്ര പേർക്ക് ഉറപ്പുണ്ട് ഈ പ്രതിസന്ധിയുടെ നടുവിൽ എന്നെ ശോധനയ്ക്കായി ഏൽപ്പിച്ചാൽ ഞാനൊരു പൊന്നുപോലെ പുറത്തു വരുമെന്ന് ഉറപ്പുള്ളവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ഹല്ലേലൂയ. നല്ല നമുക്ക് എല്ലാ വാക്കുകളും ധ്യാനിക്കാനുള്ള സമയമൊന്നുമില്ല. സന്ദർശനം എന്നുള്ള ഒറ്റ വാക്ക്, അവൻ സന്ദർശിക്കുമ്പോൾ സന്ദർശിക്കുക. നിങ്ങളൊരു വാക്യം കൂടെ വായിച്ചേ. നല്ല ശബ്ദമാണ് വായിച്ച ദേവദാസ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം 41 മുതലുള്ള വാക്യം ഒന്ന് വായിച്ച്. ലൂക്കോസ് 19. നിന്റെ സന്ദർശനകാലം നീ അറിയാഞ്ഞത് കൊണ്ട് നിന്റെ ശത്രുക്കൾ നിനക്ക് ചുറ്റും വാടകോരി നിന്നെ വളഞ്ഞ് 4 പുറത്തും നിന്നെ ഞെരുക്കി നിന്നെയും നിന്നിലുള്ള നിന്റെ മക്കളെയും നിലത്ത് തള്ളിയിട്ട് നിങ്ങൾ കല്ലിന്മേ കല്ല് ശേഷിപ്പിക്കാതിരിക്കുന്ന കാലം നിനക്ക് വരും. എന്തുകൊണ്ട്? സന്ദർശനകാലം അറിയാഞ്ഞതുകൊണ്ട്. ഇനി വായിച്ചുകൊണ്ടിരിക്കല്ലേ, എൻ്റെ കൂടെ ഒന്ന് വരാം. പ്രൈസ് ദി ലോർഡ്. ബെന്തിക്കോസുകാരായ നമുക്ക് ഒരു ചെറിയ കുഴപ്പം പറ്റിയത്, തെറ്റിദ്ധരിക്കപ്പെടല്ലേ, എന്നോ വന്നാലും പോരാട്ടമാണ് നമ്മുടെ ധാരണ, ബന്ധനമാണ് നമ്മുടെ അറിവ്, കെട്ടാണ് നമ്മുടെ മനസ്സിൽ. അതുകൊണ്ട് വരുന്നതിനെല്ലാം നമ്മൾ ആട്ടി തുപ്പി വിടുക. പലതും ബന്ധനമല്ലായിരുന്നു, സന്ദർശനമായിരുന്നു, നീ അറിഞ്ഞില്ല. പലതും സന്ദർശനമായിരുന്നു, നീ അത് പോരാട്ടമാണെന്ന് പറഞ്ഞ് ആട്ടി വിട്ടു. എൻ്റെ ദൈവദാസ പ്രാർത്ഥിക്കണം, ഭയങ്കര പോരാട്ടമാണ് എന്നപ്പോൾ നീ അതിനെ ശാസിച്ചു വിടല്ലേ. അത് സന്ദർശനമായിരുന്നു, നീ അറിയണം. പ്രൈസ് ദി ലോർഡ്. അപ്പം നമ്മുടെ കാതിലിരിക്കുന്ന മുഴുവൻ എന്തുവാ? ആ പ്രവാചകനും ഈ പ്രവാചകനും ആ ദൈവദാസനും ഈ ദിവസം എല്ലാം പറഞ്ഞത് കെട്ടാണ്, 4-ാം വേദക്കാരൻ്റെ കെട്ടാണ്, ഇടത്തോടുള്ള കെട്ടാണ്, പടിഞ്ഞാറോടുള്ള കെട്ടാണ്, മുളക്കിടയിൽക്കൂടുള്ള കെട്ടാണെന്നെല്ലാം പറഞ്ഞ് കെട്ടി ഒരു പരുവത്തിൽ നമ്മളെ പരുവത്തിലാക്കി വെച്ചേക്കുക. ഇപ്പം നമ്മുടെ കയ്യടിയും കെട്ടി, നമ്മുടെ സ്വോത്രവും കെട്ടി, എല്ലാം കെട്ടി വെച്ചേക്കുക. ക്ഷമിക്കണേ, പറഞ്ഞ് നമ്മളെ ഒരു പരുവത്തിൽ കെട്ടി വെച്ചേക്കുക. എൻ്റെ കുഞ്ഞെ, എല്ലാം കെട്ടല്ലായിരുന്നെന്ന്. ചിലതൊക്കെ നിന്റെ ദൈവത്തിൻ്റെ പറഞ്ഞെല്ലാവരും സന്ദർശനമായിരുന്നു. വലിയ ആഘോഷം നടക്കുക. എൻ്റെ കൂടെയാണോ എല്ലാവരും? വലിയ ആഘോഷം. അവരുടെ ഭാവി പ്രത്യാശയും ഭാവി പ്രതീക്ഷയുമായ യേശു രാജാവായി വരുന്ന കാഴ്ച അവർ കാണുക. കഴുതക്കുട്ടി പുറത്ത് കയറി. ഞങ്ങൾക്ക് 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച് 12 വട്ടം മിച്ചമെടുത്ത ആള് രാജാവായിട്ട് വരുന്നു.
ഇന്ന് കൊല്ലത്ത് പാലം പണിത് താഴെ വീണു. അങ്ങനത്തെ മന്ത്രിയല്ല, അത്ഭുത മന്ത്രി. പാലമില്ലാതെ കടലിലുണ്ടാക്കി അക്കരെ കയറുന്ന പുള്ളി ദേ വരുന്നു. ഹലോ, പ്രൈസ് ദി ലോർഡ്. ഇവിടെ കുഴൽക്കിണർ കുഴിച്ചിട്ടും ജപ്പാൻ പൈപ്പ് കൊണ്ടുവരും, നമുക്ക് വെള്ളമില്ല. തിരുവനന്തപുരംകാർ വെള്ളം കിട്ടാതെ വിഷമിക്കുക. പക്ഷെ പാറയെന്ന് വെള്ളം കൊടുത്ത് ജനത്തിന് പുറകെ നദി ഒഴുകിച്ചെല്ലുക. ദേ കരുതപ്പുറത്ത് പറഞ്ഞ് കയറി വരുന്നു അത്ഭുത മന്ത്രി. ജനമെല്ലാം പറഞ്ഞ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വവും, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ഓശാന പാടുക, ഓശാന പാടുക. എല്ലാവരും ഉടുപ്പൂരി കരുതക്കൂട്ട പുറത്തിരുന്ന് മിച്ചമുള്ള ഉടുപ്പൂരി വഴിയിലിടുന്നു. ഒരുത്തൻ കയറി കുരുത്തോല ഒടിക്കുന്നു, ഒരുത്തൻ കയറി ഈന്തപ്പനെ കയറുന്നു, ഒരുത്തൻ കയറി ഒലിവ് പൊടിക്കുന്നു. ഭയങ്കര ജാഥ നടക്കുക. 12 ഗോത്രങ്ങളിൽ ലക്ഷങ്ങൾ വരിക. ഈ സ്തോത്രം വിളിയും ഈ ഓശാന പാടും ആ മതപുരോഹിതന്മാരുടെ അരമനയ്ക്കകത്ത് കേട്ടു. എല്ലാവരും ഇവിടെയാണോ? സെക്രട്ടേറിയറ്റിൽ കേട്ടെന്ന്. മഹാപുരോഹിതന്മാരുടെ കസാറ ഇളകി. അവർ പറഞ്ഞു, ദയവ് ചെയ്ത് ഇവന്മാരോട് മിണ്ടാതിരിക്കാൻ പറ. നമ്മളോടാണെ പറയുമോ? നമ്മൾ മിണ്ടാതിരിക്കുകയാണല്ലോ. ഹലോ, നമ്മൾ മിണ്ടാതിരിക്കുകയാണല്ലോ. അരമനയ്ക്കകത്തിരുന്നവന്മാരെ പറഞ്ഞു, ദയവ് ചെയ്ത് ഇവന്മാരോട് മിണ്ടാതിരിക്കാൻ പറ. നീ കരുത കൂട്ടിപ്പുറത്ത് പോകുവോ വരുവോ, പക്ഷെ ഇവന്മാരൊന്ന് മിണ്ടാതിരിക്കാൻ പറ. യേശു പറഞ്ഞ അവന്മാരും മിണ്ടാതിരുന്നാൽ ഈ കല്ലുകൾ ആർക്കും. ഈ രാത്രി ആരാധിക്കേണ്ടവൻ ആരാധിക്കാതിരുന്നാൽ, സ്തുതിക്കേണ്ടവൻ സ്തുതിക്കാതിരുന്നാൽ ദൈവത്തിന്റെ മഹത്വം കുറയുമെന്ന് ആരും വിചാരിക്കരുത്. ഓ രാമനാദരാദരാദരാദരാകൽക്കമന ഹല്ലേലൂയ. ജീസസ് ജീസസ് ജീസസ്. അപ്പൊ എല്ലാരും കരുതക്കുട്ടിയെ കാണുന്നു, യേശുവിനെ കാണുന്നു, ഓശാന പാടുന്നു, കുരുത്തോല കൊണ്ട്, ഒരു വിലക്കമ്പുകൊണ്ട് ഭയങ്കര ആഘോഷം നടക്കുന്നു. അരമന വരെ ഞെട്ടി. പക്ഷെ യേശു മാത്രം കരയവ. ബാക്കി എല്ലാവരും ഓശാന പാടുമ്പോൾ ഒരാൾ കരയവ. എൻ്റെ കൂടെ ശ്രദ്ധിക്കണേ, ഇങ്ങോട്ട് ശ്രദ്ധിക്കണേ, ഉറങ്ങല്ലേ. ഒരാൾ കരയവ. എല്ലാവരും ഇത് കാണുക. കരുതക്കുട്ടിയെയും ഉടുപ്പൂരിടുന്നതും ഒരു വിലക്കമ്പൊക്കെ കാണുക. പക്ഷെ യേശു അത് കണ്ടു. ഇവരെല്ലാം ഇത് കണ്ടു, യേശു അത് കണ്ടു. ഏത് കണ്ടു? ഇനി ഒരു 3 പതിറ്റാണ്ടൂടെ കഴിഞ്ഞിട്ട്, ഹലോ, തീത്തോസ് കൈസർ എന്ന് പറയുന്ന ഒരുത്തൻ, അവൻ ജനിച്ചിട്ടുണ്ടോ എന്ന് പോലും അറിയത്തില്ല. അവന്റെ നേതൃത്വത്തിൽ ലക്ഷക്കണക്കിന് പടയാളികൾ യെരൂശലേമിനെ വളയുന്നു. 6 ലക്ഷം യഹൂദന്മാരെ നിർദാക്ഷിണ്യം കൊല്ലുന്നു. അവന്റെ രക്തം കുതിരയുടെ കടിവാളം വരെ ഉയരുന്നു. അത്രയും വരുന്ന യഹൂദനെ ബന്ദികളായി കൊണ്ടുപോന്നു. യേശു പ്രസംഗിച്ച ആരാധനാലയം കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ഇടിയുന്നു. യേശു അത് കണ്ടു. നമ്മൾ ഇത് കണ്ടുകൊണ്ടിരിക്കുക. ഇതേതാ? കൊച്ചിന് ജോലി കിട്ടിയത് കണ്ടു, ന്യൂസിലാൻഡിനുള്ള വിസ കിട്ടിയത് കണ്ടു, OET പാസ്സായത് കണ്ടു, കല്യാണത്തിന് വാക്ക് കൊടുത്തത് കണ്ടു, വീടിൻ്റെ കടം വീടിയത് കണ്ടു. നമ്മൾ ഇത് കണ്ടുകൊണ്ടിരിക്കുക. പക്ഷെ ഒരുത്തൻ അത് കണ്ട് കരയവ. ഇന്ന് രാത്രി ഏറ്റെടുത്തോണം. നീ കണ്ടിട്ടില്ലാത്ത ചിലത് കാണുന്ന ഒരുത്തൻ ഇവിടെ വന്നിട്ടുണ്ട്. ഇന്ന് രാത്രി 8 മണി കഴിഞ്ഞുള്ള കാര്യം അറിയാവുന്നവരൊരു ഹല്ലേലൂയ പറഞ്ഞ്. 8 മണി കഴിഞ്ഞുള്ള കാര്യം അറിയാവുന്ന ആരുണ്ട് ഇവിടെ? പക്ഷെ അടുത്ത 3 പതിറ്റാണ്ട് കഴിഞ്ഞുള്ള കാര്യം അവൻ കണ്ടു. നാളുകളെ അറിയുന്നവൻ. ഇന്നത്തെ കണ്ട് തുള്ളുന്നവരുടെ കൂടെ നിന്നല്ല, നാളുകളെ കാണുന്നവൻ നാളുകളെ കണ്ടിട്ട് അത് കണ്ട് കരഞ്ഞു. എനിക്കിന്ന് രാത്രി ആത്മാവ് ശക്തമായി ദൂത് തരിക. നിന്റെ നാളുകളെ അറിയുന്ന ഒരുത്തൻ ഇവിടെ ഉണ്ട്. നിന്റെ കുടുംബത്തിന്റെ തലമുറകളുടെ നാളുകളെ അറിയുന്ന ഒരുത്തൻ ഈ രാത്രി യോഗത്തിനുണ്ട്.
അടകം ദുനകം ജാനം വടകം ദിഗല രഗദേ രൗഷമനാദര വൈഡക റിബല. ഹല്ലേലൂയ. യേശുവിന്റെ സങ്കടം ഇത് ലാസറിന്റെ കല്ലറയ്ക്കലെ കരച്ചിലല്ല കേട്ടോ. ഇത് നയിലെ വിധവയുടെ കൊച്ചന്റെ ശവമഞ്ചം കണ്ടുള്ള കരച്ചിലല്ല കേട്ടോ. ഇത് 3 ദിവസമായി ആഹാരം കിട്ടാത്തവരുടെ ഒട്ടിയ വയറ് കണ്ടുള്ള കരച്ചിലല്ല കേട്ടോ. പതിറ്റാണ്ടുകൾക്കപ്പുറത്ത് നടക്കാൻ പോകുന്ന ഒരു സംഭവത്തെ യേശു കാണുകയാണ്. എന്നിട്ട് യേശു കരഞ്ഞു പറയാണ്, ഇങ്ങോട്ട് ശ്രദ്ധിച്ച്. ഒരു കോഴി തൻ്റെ കുഞ്ഞിനെ ചിറകിൻ്റെ മറവിൽ മറയ്ക്കുന്നത് പോലെ നിന്നെ ചേർത്ത് നിർത്താൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു, നിനക്കോ മനസ്സായില്ല. ഹലോ, സങ്കടം. നിന്റെ സന്ദർശനകാലം നീ അറിയാതെ പോയല്ലോ. എന്താ കരയുന്ന കാരണം? ഒന്ന് പറഞ്ഞേ എല്ലാവരും. സന്ദർശനകാലം. കുഞ്ഞെ, ആ അപകടം ഒരു സന്ദർശനമായിരുന്നു, ആ വെല്ലുവിളി ഒരു സന്ദർശനമായിരുന്നു, ആ പെട്ടെന്നുണ്ടായ വേർപാടൊരു സന്ദർശനമായിരുന്നു. നിനക്കത് മനസ്സിലായില്ല. ഇന്ന് രാത്രി മറ്റൊന്നും നീ അറിഞ്ഞില്ലെങ്കിലും ദൈവത്തിന്റെ സന്ദർശനങ്ങളെ നീ തിരിച്ചറിയണം. ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുകയാ. ആത്മാവാഴമായി വിവേചിച്ച് പറയുകയാ, ചില സന്ദർശനങ്ങൾ നിന്റെ വീട്ടിൽ നടന്നു. അതിന് വിദ്യാഭ്യാസവും വിവരമൊന്നും വേണ്ട കേട്ടോ. സ്കൂളിന്റെ പടിവാതിൽ പോലും കണ്ടിട്ടില്ലാത്ത കുറച്ച് പാവപ്പെട്ട ഇടയന്മാർ ആരാണ്ടരെ തീറ്റിക്കൊണ്ട് കാട്ടിക്കിടക്കുക. ഭയങ്കര മഞ്ഞ് പെയ്യുന്ന രാത്രി. പക്ഷെ ആട് ഗോശാലയ്ക്കകത്ത് ഇടയൻ പുറത്തുവാ കാവൽ കിടക്കുമ്പോൾ ആ പാവപ്പെട്ട വിദ്യാഭ്യാസമില്ലാത്ത CTH ഇല്ല, BTH ഇല്ല, MDH ഇല്ല, PhD ഇല്ല, ഡോക്ടറേറ്റ് ഇല്ല, ആ ഇടയന്മാർ സന്ദർശനം പറഞ്ഞു. എൻ്റെ കൂടെ ആണോ എല്ലാവരും? പാവപ്പെട്ട ഇടയന്മാർ സന്ദർശനം പറഞ്ഞു. അവരെന്തേലുമേ ഗോശാല വെളിയിൽ നിന്ന് പൂട്ടി, എന്നിട്ട് ഉള്ള പുതപ്പും ദേഹത്തിട്ടുണ്ട് ഒറ്റപ്പോക്ക്. അവരോട് ചോദിച്ചു, എവിടെ പോകുകയാണ്? ഒരു സന്ദർശനം ബേഥലഹേമിൽ ഉണ്ടായിട്ടുണ്ട്, ഞങ്ങളത് കാണാൻ പോകുകയാ. അവര് സന്ദർശനം അറിഞ്ഞു. പക്ഷെ 33.5 വർഷം ആലയത്തിൽ വന്ന പുസ്തകം തുറന്ന് വായിച്ചവൻ ഹോളി വന്നിട്ടും അവര് സന്ദർശനം അറിഞ്ഞില്ല. പാവപ്പെട്ട ഇടയന്മാര് സന്ദർശനം പറഞ്ഞു. പക്ഷെ പള്ളി വന്ന് എല്ലാ ദിവസവും പുസ്തകം തുറന്ന് അവനെ കുറിച്ച് എഴുതിയ ഭാഗം വായിച്ച ആ സന്ദർശനം പള്ളിക്കാരറിഞ്ഞില്ല. ഈ രാവിലെ നിന്റെ വീട്ടിൽ വന്നായിരുന്നു, നീ അറിഞ്ഞോ? ഇന്നലെ രാത്രി നിന്റെ വീട്ടിൽ വന്നായിരുന്നു, നീ അറിഞ്ഞോ? ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ആ സന്ദർശനം കൊണ്ടാണ് നീ തകരാതിരുന്നത്. ഇന്ന് രാത്രി നീ മറ്റൊന്നും അറിഞ്ഞില്ലെങ്കിലും നിന്റെ സന്ദർശന കാലം നീ തിരിച്ചറിയണം. ആത്മാവി രാത്രി ആഴത്തിൽ ഇടപെടുകയാ. ദൈവത്തിന്റെ സന്ദർശനങ്ങളെ ഒന്ന് തിരിച്ചറിയാൻ. ഒരു വാഗ്ദത്തത്തിന്റെ പേരിൽ ഒരു വന്യമയോധനായ മനുഷ്യൻ, പേര് ശിമയോൻ, ആലയത്തിന്റെ അങ്ങേ മൂലയ്ക്ക് വന്ന് ഇങ്ങനെ കുത്തിപ്പിടിച്ചിരിക്കുക. പള്ളി വരുന്നു പോകുന്നു. പക്ഷെ ആ മനുഷ്യൻ എവിടെ പോകാൻ? ആ പുള്ളി അവിടെ ഇരിക്കുക. ആ പാവപ്പെട്ട മനുഷ്യൻ സന്ദർശനം പറഞ്ഞു. സ്തോത്രം. കന്യാകാലം കഴിഞ്ഞ് വിവാഹം കഴിഞ്ഞിട്ട് 7 വർഷം ഭർത്താവിൻ്റെ കൂടെ ജീവിച്ചിട്ട് ഭർത്താവ് മരിച്ചിട്ട് പിന്നെ 84 വർഷം വിധവയായിട്ട് ജീവിച്ചു. ഭർത്താവ് മരിച്ചോണ്ടേ തൻ്റെതല്ലാത്ത കാരണത്താ മരിച്ചെന്ന് പറഞ്ഞ് വേറെ കല്യാണാലോചന നടത്തിയെന്നല്ല, 84 വർഷം വിധവയായിട്ട് ജീവിച്ചു. അല്ലെലിയ പറഞ്ഞ് നിങ്ങളുടെ മുഖം എന്നാ വിളിച്ച്. അമ്മച്ചി കന്യാകാലം കഴിഞ്ഞ് ഭർത്താവിനോട് ജീവിച്ചത് 84 വർഷം വിധവയായിട്ട് ജീവിച്ച് അമ്മച്ചി ആലയത്തിന് മറ്റൊരു മൂലക്കിരിക്കുക. അമ്മച്ചി സന്ദർശനം അറിഞ്ഞു. ഹാസേർ ഗോത്രത്തിലെ ഹന്ന എന്ന വിധവയായ അമ്മച്ചി, 100 ചില്ലുവാനം വയസ്സുള്ള അമ്മച്ചി സന്ദർശനം അറിഞ്ഞു. ശിമയോൻ എന്ന വന്യവയോധിക സന്ദർശനം അറിഞ്ഞു. കാട്ടിക്കിടന്ന ഇടയന്മാര് സന്ദർശനം അറിഞ്ഞു. ഒരു രോഗത്തിന്റെ പേരിൽ പെങ്കൊച്ചിനെ നല്ല യൗവനത്തിൽ അപ്പനും അമ്മയും പൂട്ടിയിട്ടേക്കുക. വെളിയിറങ്ങാനൊക്കെ ന്യായപ്രമാണം പറഞ്ഞ് അവളെ വെളിയിറക്കല്ല. അവക്ക് ചോറിനാൻ വേറെ പാത്രം, അവക്ക് കഞ്ഞി കുടിക്കാൻ വേറെ പാത്രം,
അവൾക്ക് കുളിക്കാൻ ബക്കറ്റ് വേറെ, അവൾക്ക് തോർത്താൻ തോർത്ത് വേറെ, എല്ലാം സെപ്പറേറ്റ്. അവളെടുക്കുന്ന ഒരു സാധനം ഇവിടെ ആരും എടുത്തേക്കല്ല. അവിടെ സുഖമായിട്ട് രക്തസ്രാവമാണ്. പക്ഷെ ചികിത്സിക്കായിരുന്നില്ല. ഈ മുറിക്കകത്തിട്ടുകൊണ്ട് ചികിത്സിക്കാമെന്ന് എല്ലാം എന്ത് ചെയ്തു? ചികിത്സിച്ചു. സ്തോത്രം. ഒരു സൗഖ്യവും ഉണ്ടായില്ല. അന്നേരം അവൾ ആ മുറിക്കകത്ത് കിടന്നുകൊണ്ട് കേൾക്കുകയാണ് ന്യായപ്രമാണം വേലി കെട്ടി അടച്ചവൾ അകത്ത് കിടന്നുമ്പോൾ വഴിയിലൊരു ആരാവാരം. പപ്പ ഞാനൊന്ന് നോക്കിക്കോട്ടെ എന്ന് അവൾ പറഞ്ഞില്ല. മമ്മി ഞാനൊന്ന് നോക്കട്ടെ എന്താ സംഭവം അവൾ പറഞ്ഞില്ല. സന്ദർശനം വന്നപ്പോൾ പപ്പായും മമ്മിയും കെട്ടി വേലി പൊളിച്ച് അവൾ ഒറ്റ ചാട്ടം ചാടി ഓടിപ്പോട്ട് സന്ദർശന സമയത്ത് ആ വസ്ത്രത്തെ ഒന്ന് തൊട്ടു. ഇന്ന് രാത്രി സന്ദർശനം നീ അറിഞ്ഞാൽ, ഓ വ്യക്തമായി ദൈവത്തിന്റെ ആത്മാവിന് ദൂത് പറയുകയാ, സന്ദർശനം അറിഞ്ഞാൽ ഓ രാമന രഗ ദര ജന റൗഡ റബലെ റൗഷ സൈഡ ഓ ഹല്ലേലൂയ ഹല്ലേലൂയ ഓ റബ ശംദ റബല ബല. കരവും ശബ്ദവും ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. ശാപം പിടിച്ച് എരിഹോവിന്റെ മണ്ഡലത്തിൽ ഒരുത്തൻ പിച്ച തണ്ടിക്കൊണ്ടിരിക്കുക. സ്വന്തം പേരില്ല. തീമായിയുടെ മകനായ തീമായി. അതെന്തോ പേരാ? തീമായി. തീമായിയുടെ മകനായ തീമായി. ജോലി തെണ്ടുക. കാരണം എന്തോ? ജന്മന അവന് കണ്ണ് ഇല്ല. അതിൽ എത്രയോ പേര് വരുന്നു, എത്രയോ പേര് പോകുന്നു. അവരെല്ലാം നക്കാപ്പിച്ചിട്ട് കൊടുക്കും. അവനങ്ങനെ ജീവിക്കുക. അങ്ങനെ തെണ്ടി വയസ്സൊരു 40ഓളം ഉണ്ട്. സ്തോത്രം. പിശാച് പറഞ്ഞു നിന്റെ ആയുസിൽ ഒരു ഗതിയും പരഗതിയും ഉണ്ടാകത്തില്ല, നീ ഇങ്ങനെ തെണ്ടിച്ചാകത്തേ ഉള്ളൂ എന്നൊക്കെ ലോകം വിധി പറഞ്ഞിരിക്കുമ്പോൾ ഒരു കാൽപ്പെരുമാറ്റം. ഏതോ ഭയങ്കര ഒരു റാലി കടന്നു പോന്നു. അവൻ ചോദിച്ചെന്താ പതിവില്ലാത്ത ഒരു ആരാവാരം. ഉടനെ അവര് പറഞ്ഞു നസ്രായൻ പോകുകയാ. ഓ അവന് മനസ്സിലായി സന്ദർശനമാ. സ്തോത്രം പറയണം. അവൻ ഒറ്റ നിമിഷം സന്ദർശനം ഗ്രഹിച്ചവൻ ഒറ്റ വിളിയാണ്, ദാവീദ് പുത്ര. ഓ ഇന്ന് രാത്രി സന്ദർശനം നീ അറിയണം. ഈ പ്രതിസന്ധിയുടെ നടുവിൽ, പ്രതികൂലത്തിന് നടുവിൽ, വെല്ലുവിളിയുടെ നടുവിൽ ദൈവ പൈതലേ നിന്റെ സന്ദർശനം നീ അറിയണം. ചില പോരുകൾ അരിയുക ഇന്ന് രാത്രിയിൽ. നിന്റെ കുടുംബത്തിനെതിരെയുള്ള, തലമുറക്കെതിരെയുള്ള, സഭയ്ക്കെതിരെയുള്ള ചില പോരുകളുടെ മേൽ സ്വർഗം ജയം കൽപ്പിക്കുകയോ. ഹല്ലേലൂയ. രക്തം ചെയ്യും. കരമുയർത്തി നല്ലൊരു ഹല്ലേലൂയ. ഈ രൂത്തിന്റെ പുസ്തകം 1-ാം അധ്യായം 6-ാം വാക്യം ഒന്ന് നോക്കിയാൽ ഒന്ന് ശ്രദ്ധിക്കണേ. മതി. ദൈവം, യഹോവയായ ദൈവം തൻ്റെ ജനത്തെ സന്ദർശിച്ച് ആഹാരം കൊടുത്ത പ്രകാരം അവള് മോവാബ് ദേശത്ത് വെച്ച് കേട്ടു. വായിച്ചുകൊണ്ടിരിക്കല്ലേ. ഇതെല്ലാം പിന്നെ പോയി വായിക്കണം. നമുക്ക് വായിച്ചുകൊണ്ടിരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട്. സ്തോത്രം. കണ്ണടച്ചിരിക്കല്ലേ. ഞാൻ കണ്ണടച്ച് ധ്യാനിച്ചേച്ച് വന്നതാണ്. അപ്പം നിങ്ങളിനി അതിന് വേണ്ടിയിട്ട് ധ്യാനിക്കുകയൊന്നും വേണ്ട. ദൂത് എൻ്റെ കയ്യിലുണ്ട്. അപ്പം പിന്നെ എനിക്ക് ദൂത് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയൊന്നും ചെയ്യല്ലേ. എന്നെ അങ്ങോട്ട് വിളിക്കുകയും ചെയ്യല്ലേ. എനിക്കൊന്നാമത് നല്ല സുഖമില്ലാതിരിക്കുക. അപ്പോൾ അതുകൊണ്ട് എന്നെ അങ്ങോട്ട് വിളിക്കല്ലേ. എല്ലാം ശ്രദ്ധിച്ച് നല്ല ഹല്ലേലൂയ പറഞ്ഞ്. ഞാൻ ഈ ഇടയ്ക്ക് ഹല്ലേലൂയ പറയിപ്പിക്കുന്നത് നിങ്ങൾ ഉറങ്ങാതിരിക്കാനാ, അല്ല എൻ്റെ പ്രസംഗം കൊടുക്കാനൊന്നുമല്ല. സ്തോത്രം. നീ ഉണർന്ന് കേൾക്കേണ്ട ദൂതായത്. നിന്നെ ഉറക്കുന്ന ദൂത് കേൾക്കാതിരിക്കാനാ. നീ ഈ ദൂത് കേട്ടാൽ വിടുതലാന്ന് അവനറിയാം. അതുകൊണ്ട് അവൻ നിന്നെ മനഃപൂർവ്വം ഉറക്കുക.
ഇന്ന് രാത്രി ആ കെട്ടെല്ലാം അഴിയണം. നീ ഇന്ന് ഈ ഉപവാസി പ്രാർത്ഥിക്കണ്ടേ, കർത്താവേ ഈ ഈ 7 ദിവസം ഉപവാസത്തിൽ ഉറങ്ങാതെ ദൂത് കേൾക്കാൻ കൃപ തരണമെന്ന് പ്രാർത്ഥിക്കണം. ഒരല്ലേ പറഞ്ഞ പ്രാർത്ഥിക്കണം. സ്തോത്രം. പ്രത്യേകം ഒന്ന് പ്രാർത്ഥിക്കണം. പക്ഷെ അതിൻ്റെ വലിയ അടവാ ഇത്രയും വലിയ ദൂതിൻ്റെ ഇടയ്ക്ക് ഉറങ്ങാനൊക്കെ പറഞ്ഞു. സ്തോത്രം. പ്രൈസലോ. അല്ല, നിനക്ക് നാണമില്ലേ? ഇത് ആരാധനാലയല്ലേ? ഇത് ദൈവസന്നിധിയല്ലേ? ജീവന്റെ വചനമല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇത് നിന്നെ ജീവിപ്പിച്ചുകൊണ്ടിരിക്കുകയല്ലേ? പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി നിന്നെ നിർജീവത്വങ്ങളെ ദൈവം മാറ്റിക്കൊണ്ടിരിക്കുക. നിന്റെ ആ ഞെരുക്കുന്ന പോരുകളെ ദൈവം അഴിച്ചുകൊണ്ടിരിക്കുക. നീ അത് ഗ്രഹിക്കാതിരുന്ന ഉറങ്ങുന്നത്. നീ അശ്രദ്ധമായിരിക്കരുത്. ഇത് ദൈവത്തിന്റെ സന്നിധിയാ. നല്ലപോലെ കരമടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ചോ. ഹല്ലേലൂയ. ജീസസ്. ഹല്ലേലൂയ. മോവാബ് ദേശത്ത് വെച്ച് യഹോവ തൻ്റെ ജനത്തെ സന്ദർശിച്ച് ആഹാരം കൊടുത്ത പ്രകാരം നവോമി കേട്ടു. ഇതൊക്കെ കേൾക്കേണ്ട ഒരു സമയമുണ്ട്. പിന്നെ കേട്ടിട്ട് വലിയ കാര്യമൊന്നും ഇല്ല. ഈ ബേത്ലഹേമിൽ ക്ഷാമം വന്നത് ദൈവത്തിൻ്റെ സന്ദർശനമായിരുന്നെന്ന് അമ്മാമ്മയ്ക്ക് ബോധ്യപ്പെട്ടിരുന്നെങ്കിൽ രായ്ക്ക് രാമാനും അച്ചാനെയും 2 പിള്ളേരെയും വിളിച്ചുകൊണ്ട് മോവാബി പോത്തില്ലായിരുന്നു. സ്തോത്രം. സന്ദർശനമാണെന്ന് അറിയാഞ്ഞത് കൊണ്ട് ഫാമിലി വിസ കിട്ടി അച്ചാനും അമ്മയും പിള്ളേരും കൂടെ കിട്ടിയ ടിക്കറ്റിൽ അങ്ങനെ പോയി. സ്തോത്രം. സന്ദർശനമാണെന്ന് അമ്മച്ചി അറിഞ്ഞപ്പെടുത്തേനെ അച്ചാൻ്റെ വായിലും മണ്ണിട്ടു, മൂത്ത മോൻ്റെ വായിലും മണ്ണിട്ടു, 2ാമത്തെ മോൻ്റെ വായിലും മണ്ണിട്ടു, മരുമോളായിട്ട് വന്നോട് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്ത് അവൾ പോവുകയും ചെയ്തു. എല്ലാം പോയിട്ട് സന്ദർശനം അറിഞ്ഞിട്ട് തന്നെ എടുക്കാനാ? എന്നെ തെറ്റിദ്ധരിക്കല്ലേ? മനസ്സിലാകുന്നുണ്ടോ? ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ? അച്ചാനും പിള്ളേരും മരുമോളും എല്ലാം പോയി കഴിഞ്ഞിട്ട് സന്ദർശനം അറിഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഈ രാത്രി അതിനാ വെളിപ്പാട് പ്രാപിക്കേണ്ടേ. 6 വന്നതും പോയി, ഒറ്റാലി കടന്നതും പോയി, പശുവും ചത്ത്, മോരിലെ പുളിയും പോയി. റാന്നിക്കാർ പറഞ്ഞൊരു പഴഞ്ചൊല്ലേ, ഇവിടെ പറയുമോ? ഇതെല്ലാം പോയി കഴിഞ്ഞിട്ട് സന്ദർശനം അറിഞ്ഞ ഗ്ലോറി വിക്ടറി പറഞ്ഞ എന്നെ സാധിക്കാനാന്ന്. ഈ രാത്രി പ്രാർത്ഥിച്ചോണം. എല്ലാം കൈവിട്ട് പോയിട്ടല്ല സന്ദർശനം അറിയണ്ടേ. ഒരപ്പച്ചൻ ചാകാൻ കിടക്ക, വയസ്സ് 110. ഒരല്ലേ പറഞ്ഞേ 110 വയസ്സുള്ള അപ്പച്ചന് 80 വർഷം ഒറ്റ കസാറ ഇരുന്നുകൊണ്ട് നാട് ഭരിച്ചു. 110ാമത്തെ വയസ്സിൽ പുള്ളി മരിക്കാൻ നേരത്ത് പറഞ്ഞു, മോനെ ഗ്രാൻഡ് ബേക്കറി പോയി അലുവ മേടിച്ചോണ്ട് വാ, കഴിച്ചിട്ട് ചാകാനാ എന്ന് പറഞ്ഞില്ല. നമുക്ക് ചാകാൻ നേരത്തും തീറ്റിയാണല്ലോ. നമ്മുടെ ഇസഹാക്കിൻ്റെ ഒരു പാരമ്പര്യം, ഞാൻ ചാകുന്നതിന് മുമ്പ് നിന്നെ അനുഗ്രഹിക്കാൻ വേണ്ടി കാട്ടിറച്ചി കൊണ്ട് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ നമുക്ക് ചാകാൻ നേരത്ത് ഇറച്ചി തിന്നാനും അലുവ തിന്നാനും ഒക്കെ ഉള്ളൊരു സിംറ്റം. അപ്പോൾ പിള്ളേർ പറഞ്ഞു അപ്പച്ചൻ ഡയബറ്റിക് ഉള്ളതുകൊണ്ടാണ് അലുവ തിന്നാനുള്ള മിണ്ടുന്നില്ല. 110 വയസ്സുള്ള അപ്പച്ചൻ ചാകാൻ നേരത്ത് മൊത്തം എണ്ണത്തിനെയും വിളിച്ചു. എല്ലാവരും വരാൻ പറഞ്ഞു. രൂബേനും ശിമയോനും നാദനും സ്തോത്രം എല്ലാവരും വരാൻ പറഞ്ഞു. എല്ലാവരെയും വിളിച്ചു. ഗാദും നഫ്താലിയും സെബുലൂനും എല്ലാം വരാൻ പറഞ്ഞു. സകലരും വന്ന് പ്രധാനമന്ത്രിയുടെ മുമ്പ് നിൽക്കുക. ചാകാൻ നേരത്ത് പ്രധാനമന്ത്രിയാന്ന്. ദൈവം ആക്കിയല്ലേ, വോട്ട് ചെയ്ത് ജയിച്ചല്ലോ. അപ്പൊ അദ്ദേഹം പറയാണ്, ഒന്ന് വായിച്ചേ 25ാമത്തെ വാക്യം, ഉൽപ്പത്തി 50:25.
ചാകാൻ നേരത്ത് അപ്പച്ചൻ പറയാണ്, മക്കളെ ഞാൻ അങ്ങ് ചാകുക, അതുകൊണ്ട് വെള്ളപ്പൊക്കം വന്നതെല്ലാം അവിടെ തീരാൻ പോവല്ല, ഞാൻ ചത്തു കഴിയുന്നതുകൊണ്ടെല്ലാം തീരുവല്ല. എന്നോടൊന്ന് പറഞ്ഞ എല്ലാവരും, ഞാൻ മരിക്കുക, പക്ഷെ ഞാൻ മരിക്കുന്നതുകൊണ്ട് ബാക്കിയെല്ലാം അങ്ങ് തീരുവല്ല. എൻ്റെ ദൈവം നിങ്ങളെ സന്ദർശിക്കും. സ്തോത്രം പറയണം. മരിക്കാൻ നേരത്ത് എന്തോ വെളിപ്പാടാ. 17-ാമത്തെ വയസ്സിൽ ആ 11 കറ്റകൾ വീണ് നമസ്കരിക്കുന്ന കണ്ട വെളിപ്പാട്, സൂര്യനും ചന്ദ്രനും 12 നക്ഷത്രങ്ങളും നമസ്കരിക്കുന്ന കണ്ട വെളിപ്പാട് 110-ാമത്തെ വയസ്സിലും പോയിട്ടില്ല. മനസ്സിലാകുന്നുണ്ടോ? പ്രായമായെങ്കിലും വെളിപ്പാട് മങ്ങിയില്ലെന്ന്. ചാകാൻ കിടക്കുമ്പോൾ വെളിപ്പാടിനാ നിൽക്കുക. എന്ത് രാത്രി സഭ വെളിപ്പാട് നഷ്ടപ്പെടുത്തി സ്തോത്രം പറയരുത്. നിന്റെ വെളിപ്പാട് നീ പുതുക്കേണ്ട രാത്രിയാ. ദൈവം തന്ന ഒരു വെളിപ്പാട് നിനക്കുണ്ട്, ഒരു വിഷയം നിനക്കുണ്ട്. അത് കളഞ്ഞല്ല നീ ആരാധിക്കേണ്ടത്. ഈ രാത്രി ആ ദർശനം പ്രാപിക്കട്ടെ. ഇപ്പം പിള്ളേർക്കെല്ലാം കരന്തീരുവയായിട്ട് കൊടുത്തേക്കുക. ഹോഷൻ ദേശം മഹാരാജാവ് എഴുതി കൊടുക്കുന്ന പോലെ ഹോഷൻ ദേശം. ഹോഷൻ ദേശം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പോയി കാണണം, കാശുണ്ടേ. ലോകത്തിലെ ഏറ്റവും വലിയ നദിയാണ് നൈൽ നദി. 6 രാഷ്ട്രങ്ങളിൽ കൂടെ ഒഴുകുന്ന നദിയാണ് നൈൽ നദി. കടല കപ്പലുകൾ സഞ്ചരിക്കുന്ന സ്ഥലമാണ് നൈൽ നദി. സ്തോത്രം. 6 രാഷ്ട്രങ്ങളിലെ ദാഹജലം തീർക്കുന്നത് ഈ നദിയിലെ വെള്ളമാണ്. അതിൻ്റെ എക്കലടിയുന്ന ലോകത്തിലെ ഏറ്റവും നല്ല സ്ഥലമാണ് ഹോഷൻ ദേശം. ഈ യോസഫ് 2 പ്രാവശ്യം ഈജിപ്ത് മുഴുവൻ സഞ്ചരിച്ചു. ഫറവോന്റെ രഥത്തിൽ സഞ്ചരിച്ചപ്പോൾ എല്ലാ സ്ഥലത്തും പാണ്ഡികശാല പണിതു. ഇവിടെ മാത്രം പാണ്ഡികശാല പണിതില്ല, അത് വേലി കെട്ടി മാറ്റിയിട്ടു. അപ്പോൾ ഫറവോനും ആൾക്കാരും ചോദിച്ചു, ഇതെന്നാ പാണ്ഡികശാല ഒന്നും പണിയത് മാറ്റിയിട്ടേക്കുന്നത്? അത് എൻ്റെ രക്തത്തിൽപ്പെട്ടവർ വരും, അവർക്ക് വേണ്ടി ഞാൻ മാറ്റിയിട്ടേക്കുക. സ്തോത്രം പറഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പിതാവിന് ഒത്തിരി വാസസ്ഥലമൊക്കെ ഉണ്ട്, അവിടെല്ലാം ഞാൻ പാണ്ഡികശാല പണിതേക്കാം. പക്ഷേ ഇത് ഞാൻ സെപ്പറേറ്റ് എൻ്റെ രക്തത്തിൽപ്പെട്ടവർ വരുന്നുണ്ട്, അവർക്ക് വേണ്ടി മാറ്റിയിട്ടേക്കുന്ന സ്ഥലമാണ്. നല്ലൊരു ഹല്ലേലൂയ രാത്രി പറയണം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇവരിവിടെ ഇങ്ങനെ ആടും മാടും കോഴിയെല്ലാമായിട്ട് ഇങ്ങനെ ഹോഷൻ ദേശം നല്ല ഈ നൈൽ നദിയിലെ എക്കൽ മണ്ണൊക്കെ അടിഞ്ഞ് നല്ല വളക്കൂറുള്ള ഈ ഭൂമി താമസിച്ചപ്പോൾ അവർ വിചാരിച്ച് ഇവിടെ അങ്ങ് ഉറയ്ക്കുമെന്ന്. അപ്പം ചാകാൻ നേരത്ത് അപ്പച്ചൻ പറഞ്ഞു, മോനെ ഇവിടെ നമ്മൾ അന്യരും പരദേശികളുക, ഹോഷൻ ദേശം പിടിച്ചോണ്ടിരിക്കല്ലേ. അപ്പച്ചൻ മരിച്ചാലും ദൂത് മരിക്കത്തില്ല, ദൈവം നിങ്ങളെ സന്ദർശിക്കും. ഒരു സ്തോത്രം രാത്രി പറയണം. ഇന്ന് രാത്രി സഭയോട് ദൈവം പറയുന്നു, 2024 ഈ നവംബർ മാസം അവസാനിക്കാൻ പോകുന്ന ഈ ദിവസങ്ങളിൽ 1 മാസം മാത്രം ഈ വർഷത്തിൽ ശേഷിക്കുമ്പോൾ ചില വ്യക്തികളെ ചൂണ്ടി പറയുന്നു, ഒരു സന്ദർശനം അയക്കാൻ പോകുകയാ. നിന്റെ കുടുംബത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി ഒരു സന്ദർശനം ദൈവം അയക്കുമെന്ന് ഈ 4-ാമത്തെ രാത്രി വിശ്വസിച്ച് ഏറ്റെടുക്കുന്നവരുണ്ടെങ്കിൽ അവർ ദൈവത്തെ സ്തുതിക്കട്ടെ. ഒരു ദൈവിക സന്ദർശനം. ഓ ജീവനപരാധര വൈഡകരാജക ചൂടപരന്തര ഭക്ഷകരിപര. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നിങ്ങൾ എൻ്റെ ബോഡി സംസ്കരിക്കരുത്, അടക്കരുത്. എൻ്റെ ബോഡി ഒരു പെട്ടിക്കകത്ത് വെക്കണം, ഒരു പെട്ടിക്കകത്ത് വെക്കണം. അപ്പം നാട്ടുകാരൊക്കെ നിങ്ങളോട് ചോദിക്കും, ഞങ്ങളുടെ ബഹുമാനായ പ്രധാനമന്ത്രി ജോസഫിൻ്റെ, ആദരണീയനായ ജോസഫിൻ്റെ ബോഡി എന്നാ പെട്ടി വെച്ചേക്കുന്നത്? അപ്പോൾ പെട്ടിയുടെ പുറത്തൊരെഴുത്തുണ്ട്, ദൈവം ഞങ്ങളെ സന്ദർശിക്കും. മുഴുവൻ ജനത്തോടും ഒരു സന്ദേശം ഈ പെട്ടി പറഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങളൊന്നും മിണ്ടുന്നില്ല. ചത്തിട്ടും പെട്ടി ഒരു ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുക, ദൈവം നിങ്ങളെ സന്ദർശിക്കും. അന്ന് എൻ്റെ അസ്ഥി കൂടെ കൊണ്ടുപോക്കണം. ഇന്ന് രാത്രിയിൽ ഇവിടുത്തെ എന്തെങ്കിലും താൽക്കാലികമായത് കണ്ട് നീ ഇവിടെ മയങ്ങി ഉറങ്ങിയിരിക്കരുത്. ഇന്ന് രാത്രി ഒരു സന്ദർശനത്തെ നീ ആത്മാവിൽ കാണണം. ദൈവത്തിൻ്റെ സന്ദർശനം ഉണ്ടെന്ന് നീ അറിഞ്ഞു വേണം ദൈവത്തെ ആരാധിക്കുവാൻ. ഈ 4-ാമത്തെ രാത്രിയിൽ സഭയുടെ പ്രത്യാശ വർദ്ധിക്കട്ടെ, സഭയുടെ ദൈവകൃപ ജ്വലിക്കട്ടെ, വെളിപ്പാടുകളുടെ തലം മാറട്ടെ.
ഓ രക്തത്താലേ ജയം, രക്തത്താലേ ജയം. നമ്മളിവിടുത്തെ ഈ താൽക്കാലിക നന്മയിൽ ആശ്രയിച്ച പലരും ഇരിക്കുന്നത്. ഒന്ന് ശ്രദ്ധിച്ച്. ഈ സ്വർഗത്തിൽ നിന്ന് വന്ന അപ്പം ഭക്ഷിച്ച ആളുകളാണ് ഇസ്രായേൽ മക്കൾ, അല്ലേ? ശക്തന്മാരുടെ ഭോജനം. അതിൻ്റെ ഗ്യാരണ്ടി എത്ര സമയമായിരുന്നു? മോശ കൊടുത്ത മന്നയുടെ ഗ്യാരണ്ടി മേളിൽ നിന്ന് പൊഴിഞ്ഞതാ, ഇവിടുത്തെ ഒന്നുമല്ല. എത്ര സമയം ഉണ്ടായിരുന്നു? രാവിലെ 5-ന് പറക്കുക, വൈകിട്ട് 5-നകം തീർത്തോണം, ഇല്ലേ മിച്ചമുള്ളവൻ്റെ വീട് നാറും. ഏത് മിടുക്കൻ്റെ വീട്ടിൽ വെച്ചാലും നേരത്തോട് നേരം കഴിയുമ്പോൾ തിന്ന് തീർത്തില്ലെങ്കിൽ സാധനം എന്ത് ചെയ്യും? നാറും. അപ്പം ഏതെങ്കിലും വീട്ടിൽ നിന്ന് നാറ്റം വന്നാൽ ധരിച്ചോണം ആ വീട്ടിൽ എന്നോ ഇരിപ്പുണ്ട് പാറ. തിന്ന് തീർക്കേണ്ട മന്ന നീ ഇങ്ങനെ അവിടെ വെച്ചേക്കുക. സ്തോത്രം. കഴിഞ്ഞ ദിവസം മാടക്കട ചെന്ന് വെച്ച് വേദപുസ്തകം മേടിക്കുന്നു. അപ്പോൾ വന്ന് ഒരു വിശ്വാസം ചോദിച്ചു, അതിന് അവിടുന്ന് അത് കഴിഞ്ഞ് ഞായറാഴ്ച ഇവ കൊണ്ട് വെച്ചിട്ട് പോയതാണ്. പിന്നെ പിറ്റേ ഞായറാഴ്ച അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോവാം. അവനത് കപ്പലിട്ടി ഒന്ന് പൊറിഞ്ഞു കൊടുക്കാൻ ഇവൻ്റെ ബാക്കി. മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? പ്രൈസ് ദി ലോർഡ്. അപ്പം മേളിൽ നിന്ന് പൊടിഞ്ഞതാണെങ്കിലും നീ തിന്ന് തീർത്തില്ലെങ്കിൽ വൈകുന്നതിനകത്ത് വീട്ടിലെ വിവരം അറിയും. പല വിശ്വാസ വീട്ടിൽ നിന്ന് നാറ്റങ്ങൾ വരുന്നുണ്ട്. സ്തോത്രം. പാസും കമ്മിറ്റിക്കാരൊക്കെ പേടിച്ച് വിട്ടുപോകണ്ടല്ലോ എന്ന് വിചാരിച്ച് മിണ്ടായിരിക്കുന്നതേ ഉള്ളൂ. കാരണം വിട്ടുപോലെ എടുക്കാൻ മറ്റേപ്പുറം തുറന്നു വെച്ചേക്കില്ല. ഏത് സൈസ് വന്നാലും എടുക്കാൻ അവിടെ ഇരിക്കുക. അപ്പോൾ എന്നാൽ പിന്നെ കുഴപ്പമില്ല, നാറിയാലും കിടക്കട്ടെ വിചാരിച്ചിട്ടുകൊണ്ടിരിക്കുക. ഇതെല്ലാം കൂടെ പറയാൻ ഇളെ വരുത്തേണ്ട കാര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇതൊക്കെ പറയാനാ തല നടച്ച് ഞങ്ങളെ വെച്ചേക്കുന്നത്. പക്ഷെ ഇതേ സാധനം ഒരു പാത്രത്തിൽ പെട്ടകത്തിനകത്തിരിക്കുക. 40 വർഷമായിട്ട് നാറുന്നില്ല. വീട്ടിൽ ഇരിക്കുന്ന നേരത്തോടെ നേരം കഴിയുമ്പോൾ നാറും. പക്ഷെ പെട്ടകത്തിരിക്കുന്ന 40 വർഷമായിട്ട് എന്ത് ചെയ്തില്ല? സ്തോത്രം പറയണം. ആ മന്നെ വിളിച്ച് രാത്രി പി സി ചെറിയാൻ പാസ് പ്രസംഗിക്കുന്നതിന് മുമ്പേ 10 മിനിറ്റ് നമ്മുടെ പെട്ടകത്തിലെ മന്ന സാക്ഷി പറയുന്ന പാസ് പറഞ്ഞാൽ മന്ന കയറി പറയും, എൻ്റെ ഗുണം കൊണ്ടൊന്നുമില്ല, ഞാനും മറ്റേത് ഒരു മന്ന തന്നെയാണ്. പക്ഷെ എൻ്റെ ഇരുന്ന സ്ഥലം ഹല്ലേലൂയ, അത് 5-5-10 കൽപ്പന എഴുതിയ പ്രമാണത്തിന്റെ ഇടയ്ക്കായിരുന്നത്. പിന്നെ മണ്ടയ്ക്ക് ഇങ്ങനെ തളിർത്ത് പൂത്ത് കായ്ച്ച് ബദാം ഫലമുണ്ടായ വടിയ, സാക്ഷ്യത്തിന്റെ വടിയ. സ്തോത്രം. ഈ രാത്രി പറയണം, നീ ഇന്ന് രാത്രി കൃപയുടെ പെട്ടകത്തിരുന്നാൽ നിന്റെ കുടുംബത്തെ, കൂടാരത്തെ നാറാതെ സൂക്ഷിപ്പാൻ കഴിവുള്ള ഒരു വലിയ ദൈവം ഇവിടെയുണ്ട്. ഓ രമന ധരജാലകരം ധര ദിബലമ രൗഷ സൈഡേ രമന ചൂടാര ബാബാ ബാബാ ശാംദാര ദാര വൈഡാര മന. ഓ രക്തത്താലെ വചനത്താലെ ജയം ജയം ജയം. പിന്നെ മന്ന പറയും, എന്നെ മറച്ചേക്കുവാൻ 2.5 മുഴം നീളം 1.5 മുഴം വീതി 2.5 മുഴം ഉയരമുള്ള കതിരമരം കൊണ്ട് പൊതിഞ്ഞിട്ട് മീതെ തങ്കം കൊണ്ട് പൊതിഞ്ഞ് മീതെ കൃപാസനം വെച്ച് എന്നെ മറച്ചു വെച്ചേക്കായിരുന്നു. ഹലോ, ഞാൻ ഒരു ദൂത് നിങ്ങളോട് പറയാം. ഇന്നലെ വരെ 16-ൽ പരം യുദ്ധങ്ങൾ ജയിച്ച അടുത്ത മിസ്രൈമിന്റെ ഫറവോനാകേണ്ട മോശ ഇന്ന് രാവിലെ അപ്രത്യക്ഷമായി. എവിടെ പോയെന്ന് ലോകത്തിൽ ആർക്കും അറിയത്തില്ല. ഇന്നലെ വരെ രംഗത്ത് സജീവമായി നിന്നവനാ. ജനത്തിനെല്ലാം പ്രതീക്ഷ പുള്ളിയാ. ഒറ്റപ്പോക്ക്. 40 വർഷം കണ്ടില്ല. 40 വർഷം ദൈവം മറച്ചേക്കുമായിരുന്നു. എവിടാന്ന് ഉലകത്തിലൊരു മനുഷ്യൻ അറിയത്തില്ല. പറവോൻ അറിഞ്ഞിരുന്നെങ്കിൽ അവിടെ ചെന്ന് കൊന്നേനെ. ഹലോ, സ്തോത്രം. മറച്ചത് ഉയർത്താനാ. 40-ാമത്തെ വർഷം ദൈവം അങ്ങോട്ട് ഉയർത്തി. ഈ രാത്രി നീ സ്തോത്രം പറയണം. നീ ഒരു അല്പസമയം ഒന്ന് മറഞ്ഞിരുന്നാൽ, സന്ദർശന സമയത്ത് നീ ഒന്ന് മറഞ്ഞാൽ
ഓ, ഈ രാത്രി വ്യക്തമായി ആരോടൊക്കെയോ ദൈവം ഇടപെടുകയാ. ദൈവത്തിന്റെ സന്ദർശനം അറിഞ്ഞൊന്ന് മറഞ്ഞാൽ ഒരു ചെറുക്കൻ 17 വയസ്സേ ഉള്ളൂ. അപ്പൊ നല്ലൊരു ഉടുപ്പൊക്കെ മേടിച്ചു കൊടുത്ത്, എനിക്ക് തോന്നുന്നു അവനെ +2 പാസ്സായതിനെ മേടിച്ചു കൊടുത്തായിരിക്കും. സ്തോത്രം. മറ്റന്മാരിൽ 6നെ തെറ്റി ഇവനേ ഉള്ളു വീട്ടിൽ ഇച്ചിരി വിദ്യാഭ്യാസവും വിവരവും ഒക്കെ. അതിന് അവനൊരു നിലയൊക്കെ മേടിച്ചു കൊടുത്ത ചെറുക്കൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ട് ചേട്ടന്മാർക്ക് പോയതാ. പിന്നെ എന്ത് വരില്ല, പിന്നെ ആകെപ്പാടെ ചോര പറഞ്ഞ ഉടുപ്പ് വീട്ടിൽ കിട്ടിയിട്ടുണ്ട്. 13 വർഷം മറച്ചു. എവിടാന്ന് പോലും അറിയത്തില്ല. ഇവിടെ ഉണ്ടോ? വെളിപ്പാടുള്ളവനെ 13 വർഷം മറച്ചു. പ്രൈസ് ദി ലോർഡ്. തെളിവില്ലാതെ മറച്ചേക്കുക. ഏതോ ദുഷ്ടമൃഗം തിന്നെന്നും പറഞ്ഞൊരു ഉടുപ്പുണ്ട്, വേറൊരു തെളിവില്ല. സ്തോത്രം. മറച്ചത് ഉയർത്താനാ. സ്തോത്രം. ഈ രാത്രി പറയണം, നിന്നെ ഒരല്പസമയം മറച്ചാൽ നീ ഓർത്തോണം, അപ്പുറത്തൊരു ഉയർച്ച വരാൻ പോകുന്നുണ്ട്. ഇപ്പോൾ എന്നെ തൽക്കാലം ഒന്ന് മറച്ചേക്കുന്നത് എൻ്റെ ദൈവത്തിൻ്റെ സന്ദർശനമാ. ദൈവത്തിന്റെ സന്ദർശനമാ. ദൈവത്തിന്റെ സന്ദർശനമാ. ഈ രാത്രി ഏറ്റെടുക്കുന്നവരെല്ലാം ദൈവത്തെ ആരാധിക്കണം. ഈ സന്ദർശനം നീ തിരിച്ചറിയണം. ഹല്ലേലൂയ. ഓ, കർത്താവ് കരയുക. എന്നെ ഒന്ന് ശ്രദ്ധിച്ചെല്ലാവരും. കർത്താവ് കരയുക. കരുതുന്ന വിഷയം മനസ്സിലായോ? നിന്റെ സന്ദർശനകാലം നീ അറിയാതെ പോയല്ലോ. ഇപ്പൊ അറിഞ്ഞില്ലേ എന്നാ സംഭവിക്കാനാ? നിന്റെ ശത്രു സന്ദർശനം അറിഞ്ഞില്ലെങ്കിൽ നിന്റെ ശത്രു നിനക്ക് ചുറ്റും വാടകോരി നിന്നെയും നിന്നിലുള്ള നിന്റെ മക്കളെയും. നിങ്ങൾക്ക് ആ വാക്യം മനസ്സിലാകുന്നുണ്ടോ? സന്ദർശനം തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നിന്നെയും നിന്നിലുള്ള നിന്റെ മക്കളെയും വളഞ്ഞ് എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടാൻ ഒരു പരിധിയില്ല. വളഞ്ഞ് 4 പാട് ഞെരുക്കി. ഇന്ന് രാത്രി ആ വാക്യം നിങ്ങൾ ഭയത്തോടെ വായിക്കണം കേട്ടോ. ചുമ്മാ വായിച്ചു വിടല്ല. ചുമ്മാ വായിച്ചു വിടല്ല. 4 പാട് ഞെരുക്കി. ഓ, ഇത്രയും ചെയ്യാൻ ഞങ്ങൾ എന്തോ ചെയ്തു? ഒന്നും ചെയ്യില്ല. സന്ദർശനം അറിഞ്ഞില്ല. നെടുകാൻ കുറേ നടക്കുമായിരുന്നു. വെള്ളത്തിന് മേലെ നടന്നു കാണിച്ചു. 38 വർഷം കിടന്നവനെ എഴുന്നേൽപ്പിച്ച് കാണിച്ചു. കൈ വരണ്ടവനെ സൗഖ്യമാക്കി കാണിച്ചു. കൂനയായ അമ്മച്ചിയെ നേരെ നിർത്തി. 10 കുഷ്ഠരോഗി ഒന്നിച്ച് സൗഖ്യമാക്കി. കണ്ണുപോടൻ 2 കണ്ണുണ്ടാക്കി കണ്ണിനകത്ത് വെച്ചു കൊടുത്തു. ഹലോ. ബസിന്തവൻ 7 അപ്പം കൊണ്ട് 4000, 5 അപ്പം കൊണ്ട് 5000. പക്ഷെ ഇവർ സന്ദർശനം എന്ത് ചെയ്തില്ല? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവരുടെ ഇടയ്ക്കൂടെ നടക്കുക. 33 വർഷമായിട്ട് ഇടയ്ക്കൂടെ നടക്കുക. നടന്നിവർ ചോദിച്ചെല്ലാം കൊടുക്കുക. ഓ, ആലയത്തിൽ വരുന്നു, പോകുന്നു, പുസ്തകം വായിക്കുന്നു, തിരിച്ചു കൊടുക്കുന്നു. ആലയത്തിൽ വെച്ച് തന്നെ സൗഖ്യം നടത്തുന്നു. ഇതെല്ലാം കണ്ടിട്ടും ഇതെല്ലാം കേട്ടിട്ടും കർത്താവ് ഇപ്പൊ കരയുകയാണ്. അയ്യോ, നിന്റെ സന്ദർശനകാലം നീ അറിയാതെ പോയല്ലോ. സഭയോട് ഞാൻ ചോദിക്കട്ടെ, ഇന്നലകളിലെ പലതും കോവിഡ് ഉൾപ്പെടെ ആ രോഗം, ആ കഷ്ടത, ആ പ്രതികൂലം, ആ വഴി അടഞ്ഞത്, ആ കടഭാരം, ആ തലമുറയ്ക്കുണ്ടായ വിഷയം, ആ കുഞ്ഞിന്റെ തോൽവി, ആ വിഭാഗത്തിലെ പരാജയം, ഓ, അതൊരു സന്ദർശനമായിരുന്നു. അതൊരു സന്ദർശനമായിരുന്നു. നീ അത് പോരാട്ടമാണെന്ന് പറഞ്ഞ് ആട്ടിത്തൊപ്പി വിട്ടു. ഇന്ന് രാത്രി തിരിച്ചു വാ. സന്ദർശനങ്ങളെ തിരിച്ചറിയണം.
എൻ്റെ ജീവിതത്തിലുണ്ടായ ആ പ്രശ്നം, എൻ്റെ ജീവിതത്തിലെ ആ പ്രതികൂലം എൻ്റെ ദൈവത്തിൻ്റെ ഒരു സന്ദർശനമായിരുന്നു. ഓടിക്കളിച്ച കൊച്ച് ക്ലാസ്സിൽ തലകറങ്ങി താഴെ വീഴുന്നു. സാറന്മാർ ഫോൺ വിളിച്ച് പറയുന്നു. പെട്ടെന്ന് നമ്മളവിടെ ചെല്ലുന്നു. കൊച്ചിനെ ഇവിടെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നു. അവർ ചിത്രയിലേക്ക് മാറ്റുന്നു. അവരങ്ങ് കിംസിലോട്ട് വിടുന്നു. അവർ പറഞ്ഞ് ലേശോറിപ്പാന് വണ്ടി ICU സംവിധാനമുള്ള വണ്ടിയെ കയറ്റി നേരെ എറണാകുളത്ത് പോന്നു. സ്തോത്രം. അവിടെ ചെന്നപ്പോഴത്തേന് ബ്രെയിൻ ട്യൂമർ ആയിരുന്നു, ലുക്കേമിയ ആയിരുന്നു, അറിയാൻ താമസിച്ചു പോയി, 5 മിനിറ്റ് മുമ്പേ കൊണ്ട് നടന്ന് ശരിയാക്കായിരുന്നു എന്ന് പറഞ്ഞ് കൊച്ചു ചാകുന്നു. ഹലോ. പക്ഷെ അതിനൊക്കെ മുമ്പേ 3 മാസം മുമ്പത്തെ 7 ദിവസത്തെ ഉപവാസത്തിൽ, 3 ദിവസത്തെ ഉപവാസത്തിൽ, നിന്റെ പ്രാർത്ഥനാ മുറിയിൽ രാത്രി ഒരു ദർശനത്തിൽ നിന്നിത് കാണിച്ച നിനക്ക് മനസ്സിലായില്ല, വിവരബോധമില്ലല്ലോ. നിന്നോട് ദൂത് പറഞ്ഞതാ, നീ സന്ദർശനം പാറയെല്ലാരും കൂടെ. പക്ഷെ ഇപ്പൊ കർത്താവ് കരയുകയാണ്. കരയുന്ന ലാസറിന്റെ ശവക്കോട്ട കണ്ടല്ല കേട്ടോ. സ്വർഗം വിട്ട് നിങ്ങളുടെ നടുവിൽ 3.5 വർഷം ഞാൻ ഈ ശുശ്രൂഷയെല്ലാം ചെയ്ത് 33.5 വർഷം നിങ്ങളുടെ ഇടയ്ക്കൂടെ നടന്നിട്ട്, ആഴത്തിൽ പോയ പച്ചവെള്ളത്തെ നിന്റെ മിന്നെ വെച്ച് മീഞ്ഞാക്കി തന്നിട്ട്, ഒരു കൊച്ചന്റെ 5 അപ്പം ഞാൻ 5000 പേരെ പോഷിപ്പിച്ചിട്ട്, അയ്യോ നീ സന്ദർശനം അറിഞ്ഞില്ലല്ലോ. ഇന്ന് രാത്രിയിൽ നിന്നെ നോക്കി യേശു കരയുന്നോ ചിരിക്കുന്നോ? ഒന്ന് നോക്കി, എന്നെ നോക്കി എല്ലാവരും. നിന്നെ വിളിച്ച ദൈവം, നിന്നെ വേർതിരിച്ച ദൈവം, നിന്നെ രക്തം കൊണ്ട് കഴിയ കർത്താവ് ഇന്ന് രാത്രി നിന്നെ കൃപയിലേക്ക് കൊണ്ടുവന്നതിന്റെ പിൻപിൽ കരയുന്നോ ചിരിക്കുന്നോ? നിന്നെ വിളിച്ച ഒരു അബദ്ധമായി പോയെന്ന് തോന്നുന്നുണ്ടോ? ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഇച്ചിരി കഠിനമായി പോകുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ചങ്ക് പൊട്ടി പ്രസംഗിക്കുക കേട്ടോ. എനിക്ക് വരാൻ ഒട്ടും ആരോഗ്യമുണ്ടായിട്ട് വന്നതല്ല. പക്ഷെ ദൈവം പറഞ്ഞു, നീ പോണം, എൻ്റെ ദൂതം നീ കൈമാറണം. എനിക്കവിടെ ഒരു പ്രവൃത്തി ചെയ്യാനുണ്ട്. എനിക്ക് എൻ്റെ ജനത്തെ ഒന്ന് ഉയർത്തിയെടുക്കാനുണ്ട്. എനിക്ക് എൻ്റെ ജനത്തിൻ്റെ ഇടയിൽ ഒരു അത്ഭുതമായി മാറാനുണ്ട്. ഇന്ന് രാത്രി ഏറ്റെടുക്കുന്നവർ മാത്രം ഈ സന്ദർശനം ഒന്ന് തിരിച്ചറിഞ്ഞിട്ട് ആത്മാവിന്റെ ദൂതൊന്ന് ഏറ്റെടുത്ത്, ഓ ജിബര ബല 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 ബലദരാരഗദാര ഉടമനദുരേ റൗഷസൈഡ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീസസ്. പ്രിയരേ, കഴിഞ്ഞ 4 പതിറ്റാണ്ടുകൾക്കധികമായിട്ട് കർത്താവിൻ്റെ എളിയ വേല ചെയ്യുന്നൊരു ദൈവദാസൻ എന്ന സ്നേഹത്തോടെ ഞാൻ പറയട്ടെ, മറ്റൊന്നും നീ അറിഞ്ഞില്ലെങ്കിലും ദൈവത്തിൻ്റെ സന്ദർശനങ്ങളെ തിരിച്ചറിയണം. ഇന്ന് രാത്രി മുഴങ്കാലം അടക്കണം. ചെന്ന ഉടനെ കഴിച്ചു കിടക്കല്ല, മുഴങ്കാലം അടക്കണം. പ്രാർത്ഥിക്കേണ്ട വിഷയം, കർത്താവേ നിന്റെ സന്ദർശനം തിരിച്ചറിയാൻ. നവോമിയെ പോലെ പോകാനുള്ളതെല്ലാം പോയി കഴിഞ്ഞ സന്ദർശനം എന്നോ സാധിക്കാനെവിടെ? പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി പോകുന്നതിന് മുമ്പേ, കൈവിട്ടു പോകുന്നതിന് മുമ്പേ, പ്രൈസ് ദി ലോർഡ്, പിന്നെ കരഞ്ഞിട്ടോ അനുശോചനം പറഞ്ഞിട്ടോ റീത്ത് വെച്ചിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. അതിനൊക്കെ മുമ്പേ ഇന്ന് രാത്രി ഒത്തിരി കൃപ നീ പ്രാപിച്ചില്ലെങ്കിലും, നീ പ്രവചന വരത്താൻ നിറഞ്ഞില്ലെങ്കിലും, കുറഞ്ഞ പക്ഷം നിന്റെ വീട്ടിൽ
യേശു നിന്നെ സന്ദർശിച്ചത്, നിന്റെ തലമുറയെ സന്ദർശിച്ചത്. കുഞ്ഞ് ബാംഗ്ലൂരിൽ നിന്ന് വിളിക്കുമ്പോൾ നീ പറയണം, മോനെ എടാ ഭാരപ്പെടാതാ, അതൊരു ദൈവിക സന്ദർശനമാണ്, നമുക്ക് പ്രാർത്ഥിക്കാമെടാ, ഇന്ന് രാത്രി ദൈവത്തിന്റെ വിടുതലുണ്ടാ എന്ന് പറയാനുള്ള കൃപ നീ രാത്രി പ്രാപിക്കണം. ഹല്ലേലൂയ. മറ്റൊന്നും നീ അറിഞ്ഞില്ലെങ്കിലും ആ സന്ദർശനങ്ങളെ ഒന്ന് തിരിച്ചറിയാൻ, ദൈവിക സന്ദർശനങ്ങളെ ഒന്ന് തിരിച്ചറിയാൻ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. തലമുറയ്ക്ക് കൈമാറാൻ നിന്റെ ഉള്ളിൽ വെളിപ്പാടുകളുടെ ഒരു ദൈവിക സന്ദർശനത്തിൻ്റെ ഒരു നിയോഗമുണ്ടായിരിക്കണം. സ്തോത്രം. സന്ദർശനം കിട്ടാൻ വേണ്ടി സഭാഹോള് വേണമെന്നൊന്നുമില്ല. കൂടെ പോന്ന് 276 പേരും രക്ഷിക്കപ്പെടാത്തവന്മാരാ. കാറ്റാണേൽ ഈശാനമൂലന, കപ്പലാണെ പാറയിലിടിക്കാൻ പോകുക, 5 മിനിറ്റ് കഴിഞ്ഞാൽ തകർന്ന് തരിപ്പണമാകാൻ പോകുക, 14 ദിവസം സൂര്യേന്ദ്രന്മാരെ കാണാതിരിക്കാൻ പോകുക. ഇതെല്ലാം ആണെങ്കിലും റേഞ്ച് പോയില്ല കേട്ടോ, കണക്ഷൻ പോയില്ല. കടലിന്റെ നടുക്ക് നിൽക്കുമ്പോൾ പറയാണ്, എൻ്റെ ഉടയവൻ, ഞാൻ സേവിച്ചു നിൽക്കുന്നവൻ ഈശാനമൂലനടിക്കുമ്പോഴും ഈ രാത്രിയിൽ എന്റെ അടുക്കൽ വന്നെന്ന് പറയാനുള്ള ദൈവകൃപ നീ ഇന്ന് രാത്രി പ്രാപിക്കണം. ഓ, സിംഹത്തിന്റെ കുഴിക്കകത്തിട്ടപ്പോ റേഞ്ച് പോയില്ല കേട്ടോ. ഹലോ, സിംഹത്തിന്റെ കുഴി കിടക്കുമ്പോ ദാനിയേലിന്റെ റേഞ്ച് പോയില്ല. 7 മടങ്ങ് ചൂടുള്ള തീ കിടക്കുമ്പോൾ യഹൂദബാലന്മാരുടെ റേഞ്ച് പോയില്ല. നിങ്ങളെല്ലാരും എൻ്റെ കൂടെ ഉണ്ടല്ലോ അല്ലേ? ഓ, പ്രൈസ് ദി ലോർഡ്. കാരാഗ്രഹത്തിന്റെ ഉള്ളറയിൽ പൗലോസും സീലാസും കിടക്കുമ്പോ കണക്ഷൻ വിട്ടുപോയില്ല. ഒറ്റ ആരാധനയിൽ മൊത്തം കെട്ടുപടിച്ചു. ഇന്ന് രാത്രി സന്ദർശനങ്ങൾ നിന്റെ മാത്രമല്ല, പൂട്ടപ്പെട്ട് കിടക്കുന്ന പലതിന്റെയും ചങ്ങലകളെ പൊട്ടിച്ച് പലതിനെയും പുറത്തു കൊണ്ടുവരുവാൻ ദൈവം അയക്കുന്നതാണെന്ന് അറിഞ്ഞ്, ഓ രക്തത്താലെ ജയം, രക്തത്താലെ ജയം, യേശുവിന്റെ രക്തത്താലെ ജയം. വചനത്തിൽ ഉറക്കട്ടെ, വെളിപ്പാടിൽ നിറയട്ടെ, ദർശനങ്ങളുടെ പുതിയ തലത്തിലേക്ക് ദൈവം ജനത്തെ നടത്തട്ടെ. ഇത് സഭയുടെ സന്ദർശന കാലമാണ് എന്നോട് പറയാൻ ദൈവാത്മാവ് പറയുന്നു. എത്ര സഹോദരങ്ങൾ, മാതാപിതാക്കൾ ഏറ്റെടുക്കും? ഇത് സഭയുടെ സന്ദർശന കാലമാണ്. ഈ സന്ദർശനം നീ തിരിച്ചറിഞ്ഞാൽ ബോവസിന്റെ പുതപ്പ് നിന്റെ മേൽ വീണതുപോലെ ഇന്ന് രാത്രി ചിലരുടെ മേൽ, ഓ, ചില അവകാശങ്ങളുടെ പുതപ്പ്, ഏലിയാവിന്റെ പുതപ്പ് ഏലിശയുടെ മേൽ വീണതുപോലെ ചില അധികാരത്തിന്റെ പുതപ്പ് ഇന്ന് രാത്രി സഭയിൽ ചിലരുടെ മേൽ, ഓ, യോർദാനെ വെട്ടിമുറിക്കുന്ന ഒരു അഭിഷേകത്തിന്റെ പുതപ്പ്, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ചില പുതപ്പുകൾ വീഴട്ടെ, പുതപ്പുകൾ വീഴട്ടെ. അധികാരത്തിന്റെ പുതപ്പ്, അഭിഷേകത്തിന്റെ പുതക്ക്, ആത്മശക്തിയുടെ പുതപ്പ്. ഓ, ഇന്ന് രാത്രി യോർദാനെ വെട്ടിമുറിക്കുന്ന ഒരു അധികാരത്തിന്റെ പുതപ്പ്, ഓ, ഈ രാത്രി സഭയുടെ മേൽ ഒരു പകർച്ച പോലെ, ഒരു ഒഴുക്ക് പോലെ, യെസ്, പട്ടണമറിയുന്ന, തിരുവനന്തപുരം പട്ടണമറിയുന്ന ഒരു സന്ദർശനം. യെസ്, ഏറ്റെടുത്ത് ആരാധിച്ചോ. തിരുവനന്തപുരം പട്ടണമറിയുന്ന ഒരു സന്ദർശനം. യെസ്,
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. എഫേസ്യ ലേഖനം 1:20 പൗലോസ് ഇങ്ങനെ പ്രാർത്ഥിച്ച് നിർത്തി, അങ്ങനെ ആ ആത്മാവ് യേശുവിൻ്റെ കല്ലറയിലും വ്യാപരിച്ചു, അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തി. ഇന്ന് രാത്രി ആത്മാവ് പറയുന്നു, ചിലരുടെ ഇടയിൽ നിന്ന് നിന്നെ ഉയർത്താൻ പോകുകയാണ്. ചില അപമാനിതരുടെ ഇടയിൽ നിന്ന്, ചില ആഭിചാരക്കാരുടെ ഇടയിൽ നിന്ന്, ചില അസൂയാലുക്കളുടെ ഇടയിൽ നിന്ന്. ഇന്ന് രാത്രി ചിലതിനെ ഉയർത്താൻ പോകുക. വ്യക്തമായി ആത്മാവ് പ്രവചിച്ചിടപെടുക. ചിലതിൻ്റെ ഇടയിൽ നിന്ന്. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു. അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചതുപോലെ ഇന്ന് രാത്രി ചിലരെ ഉയർപ്പിക്കാൻ പോകുകയാ. അന്യാരാധനക്കാരുടെ ഇടയിൽ നിന്ന്, ആഭിചാരക്കാരുടെ ഇടയിൽ നിന്ന്, മന്ത്രവാദികളുടെ ഇടയിൽ നിന്ന്, ദുരാത്മ മണ്ഡലങ്ങളുടെ ഇടയിൽ നിന്ന്, അസൂയാലുക്കളുടെ ഇടയിൽ നിന്ന്, കണ്ണുകടിയുള്ളവരുടെ ഇടയിൽ നിന്ന് ദൈവം നിന്നെ ഉയർത്താൻ പോകുക, ഉയർത്താൻ പോകുക. സഭയെ ഉയർത്താൻ പോകുക, ശുശ്രൂഷകരെ ഉയർത്താൻ പോകുക. ഇന്ന് രാത്രിയിൽ ചില ഉയർന്ന മണ്ഡലങ്ങളിലേക്ക് ആത്മാവ് ചിലരെ കരം പിടിച്ചുയർത്തുകയാ. ഏറ്റെടുക്കുന്നവർ കരം ചേർത്തടിച്ച് Hallelujah. അങ്ങനെ സംഭവിക്കട്ടെ, അങ്ങനെ സംഭവിക്കട്ടെ, അങ്ങനെ സംഭവിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് ഞാൻ പ്രാർത്ഥിക്കും. ദൈവസന്നിധാനം എഴുന്നേൽക്കാം. പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ അഭിഷക്തൻ പാട്ട് പാടും. പാട്ട് പാടുമ്പോൾ ഈ 5, 10, 100 ഒക്കെ ഇടാതെ നല്ല 500-ന്റെ നോട്ട് എടുത്ത് സ്തോത്രകാഴ്ച ഇടണം. രാത്രി ഞാൻ വിളിച്ച് ചോദിക്കുക, എത്ര രൂപ സ്തോത്രകാഴ്ച കിട്ടിയെന്ന്. സ്തോത്രം പ്രാർത്ഥിച്ചുകൊണ്ടെടുത്തു. ഞാൻ അതിനും വേണ്ടി കൂടെ പ്രാർത്ഥിക്കാൻ പോവാം. സ്തോത്രകാഴ്ചയ്ക്ക് വേണ്ടി കൂടെ പ്രാർത്ഥിക്കുക. സ്തോത്രം. ഇന്ന് രാത്രിയിൽ നിന്നെ നോക്കി യേശു കരയുന്നു, യേശു ചിരിക്കുന്നു. നിന്നെ ചിറകിന്റെ മറവിൽ മറയ്ക്കാൻ എത്ര വട്ടം മനസ്സായിരുന്നു, എത്ര വട്ടം മനസ്സായിരുന്നു, എത്ര വട്ടം മനസ്സായിരുന്നു. നിനക്കോ മനസ്സായില്ല. ഇന്ന് രാത്രിയെങ്കിലും നീ ഒന്ന് പറ്റിച്ചേർന്നിക്കുമോ? ആ ചിറകിന്റെ മറവിലൊന്ന് മറയുമോ? തക്ക സമയത്ത് നിന്നെ ഉയർത്തിക്കോളും. 2 കരങ്ങൾ ഉയർത്തിപ്പിടിക്കുക. നല്ല കർത്താവേ, അങ്ങയുടെ ഈ സഭയ്ക്കായി, നിന്റെ അഭിഷക്തന്മാർക്കായി, അങ്ങയുടെ രക്തത്താൽ വീണ്ടെടുത്ത നിന്റെ ജനത്തിനായി അടിയൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് വരെ ഉണ്ടായിട്ടില്ലാത്തൊരു ആത്മീക സന്തോഷം ഇവരുടെ മേൽ ദൈവം പകരുന്നതിനായി സ്തോത്രം. അഭിഷേകത്തിന്റെ പുതിയൊരു തലത്തിലേക്ക്, ആത്മാവിന്റെ പുതിയൊരു നിയോഗത്തിലേക്ക് ദൈവം ഈ സഭയെ നടത്തുവാൻ പോകുന്നതിനായി സ്തോത്രം. ചില പുതിയ വഴികൾ സഭയ്ക്കായി തുറക്കുന്നതിനായി സ്തോത്രം. ഈ പട്ടണത്തിൽ ഭൂമിയെ കീഴ്മേൽ മറിക്കുന്നവൻ ഇവിടെയും വന്നുവോ എന്ന് നാട്ടുകാർ ചോദിക്കത്തക്ക നിലയിൽ ചിലരെ ഉഴുതുമറിക്കുന്ന ഒരു അധികാരത്തിന്റെ അഭിഷേകം ഈ സഭയിൽ നിന്ന് ഒഴുകുന്നതിനായി സ്തോത്രം. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന് നദികൾ ഒഴുകുമെന്ന് പറഞ്ഞതുപോലെ ഈ സഭയിൽ നിന്ന് ഒരു ഉണർവിന്റെ ഒഴുക്ക്, ഒരു അഭിഷേകത്തിന്റെ ഒഴുക്ക്, ഒരു ദർശനത്തിന്റെ ഒഴുക്ക് ഈ രാത്രി തുടങ്ങുവാൻ ദൈവം സഹായിക്കുന്നതിനായി സ്തോത്രം. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും യേശുവിൻ നാമത്തിൽ തന്നെ.